വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിടുന്നു. നിൻ ഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. എന്നെ വിളിച്ചിടും വേല ചെയ്തിടാ ലോകമെങ്ങും നിൻ സാക്ഷിയായി. എന്നെ വിളിച്ചിടും വേല ചെയ്തിടാ ലോകമെങ്ങും നിൻ സാക്ഷിയായി. വേർപിരിയില്ലിനി ഞാൻ എന്തു ക്ലേശങ്ങൾ വന്നിടിയിലും ഓരോ നിമിഷമതും തിരുമാർവതിൽ ചാരിടും ഞാൻ. സ്വർഗനാട്ടിലും തുടരുന്നതാ ഈ ബന്ധം എൻ ഭാഗ്യമേ. വിശുദ്ധനായിടുവാൻ തിരുതേജസാൽ നിറച്ചിടുക. നിൻ പാതേ നടന്നിടുവാൻ നയിച്ചിടുക എന്നുമെന്നും. ലോകം കാണുവാൻ എന്നിൽ യേശുവേ തിരുഭാവം എന്നെന്നുമേ. ലോകം കാണുവാൻ എന്നിലേശുവേ തിരുഭാവം എന്നെന്നുമേ. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിടുന്നു. നിൻ ഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. ദൈവത്തിന് അൽപ്പം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നും 2:30 മണി മുതൽ അങ്ങോട്ട് ഫുള്ളും ആരാധനകളാണ്. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഓരോ സമയവും ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ശബ്ദം പോലും പുറത്തു വരാത്ത സാഹചര്യങ്ങളിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം പറയാൻ വാ തുറക്കുമ്പോൾ, ആരെങ്കിലും വിളിക്കുമ്പോൾ അവർക്ക് 2 വരി വചനമാണ് പറഞ്ഞു കൊടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ എൻ്റെ ശബ്ദത്തെ ദൈവം തുറക്കുന്ന എനിക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എത്ര വലിയവനാണെന്ന് ഓരോ സെക്കൻഡ് രുചിച്ചറിയുവാൻ ദൈവം ചെയ്യുന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ധാരാളം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനിയും ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, അവനെ കൈക്കൊണ്ട്, ആരെ? യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ യേശു ക്രിസ്തു അധികാരം കൊടുത്തു. കൈക്കൊള്ളുന്നവർക്കാണ് ഈ അധികാരമുള്ളത്. ആർക്കാണ് അധികാരമുള്ളത്? കൈക്കൊള്ളുന്നവർക്ക്. എല്ലാവരും മക്കളാകത്തില്ല. പള്ളിയിൽ വരുന്ന 100 കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ 1000 ആൾക്കാർ പള്ളിയിൽ വരുന്നവർ കാണും. പക്ഷേ എല്ലാവരും മക്കളല്ല. എല്ലാവരും മക്കളല്ല. മക്കൾ ആരാണ്? സ്തോത്രം. അവനെ വയസ്സ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വചനം. ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, എന്നെ ഒന്ന് ഉഴുതു മറിക്കണമേ, എന്നെ ഒന്ന് ഉഴുതു മറിക്കണമേ, യേശപ്പ എന്നെ ഒന്ന് ഉഴുതു മറിക്കണമേ. കഴിഞ്ഞ ചില നാളുകളായി എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വരി ഞാൻ നിങ്ങളോട് പറയാം. ഓരോ സ്ഥലങ്ങളിലും തിരുവചനം കേൾക്കുമ്പോൾ, യേശുവിനെക്കുറിച്ചുള്ള പാട്ടും യേശുവിനെക്കുറിച്ചുള്ള ആരാധനകളൊക്കെ കേൾക്കുമ്പോൾ ഒരു കൂട്ടം ജനം തടിച്ചുകൂടാറുണ്ട്. കൂടാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു കൂട്ടം ജനങ്ങൾ എവിടെയാ തടിച്ചുകൂടാറുണ്ട്. അവരെ സ്തോത്രം അവിടെ ആരാധന കേട്ടും പാട്ട് കേട്ടും തിരുവചനം കേട്ടും യേശുവിനെ അതുവരെയും കണ്ടിട്ടില്ലാത്തവരും യേശുവിനെ അതുവരെയും കേട്ടിട്ടില്ലാത്തവരും പല രീതിയിലുള്ള ആൾക്കാരും ഈ ആരാധനയ്ക്കകത്ത്, എല്ലാ ആരാധനകൾക്കകത്തും വരാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിനകത്ത് കുറേ ആൾക്കാർ വരുന്നത് ഓരോരുത്തരും പറയും, ഇന്ന പള്ളിയിൽ അല്ലെങ്കിൽ ഇന്ന ആരാധനയ്ക്ക് ഞാൻ പോയപ്പോഴാണ് എനിക്കൊരു നന്മ കിട്ടിയത്, ഇന്നടുത്ത് പോയപ്പോഴാണ് എനിക്ക് സ്തോത്രം ഇന്ന പ്രശ്നം മാറിയത്, ഇന്നടുത്ത് പോയപ്പോഴാണ് എൻ്റെ തകർന്ന കുടുംബം പണിതത്,
ഇന്നടുത്ത് പോയപ്പോഴാണ് എൻ്റെ ഇത്ര രൂപയുടെ കടം മാറിയത്, ഇന്നടുത്ത് പോയപ്പോഴാണ് എനിക്ക് വസ്തു വാങ്ങാൻ പറ്റിയത്, ഇന്നടുത്ത് പോയപ്പോഴാണ് വീടില്ലാത്ത എനിക്കൊരു വീട് കിട്ടിയത്, അത് ഇന്നടുത്ത് പോയപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഈ കേട്ട് കേൾവി അറിയുന്ന ജനം, സ്തോത്രം, അവർ ഇതിനു വേണ്ടി പള്ളിയിൽ എന്ത് ചെയ്യും? ആരാധന സ്ഥലത്ത് എന്ത് ചെയ്യും? വരും. പക്ഷേ അവിടെ കിട്ടുന്ന ഉപദേശവും അതുപോലെ ആണോ എന്ന് എനിക്കറിയത്തില്ല, എല്ലായിടവും സത്യസുവിശേഷമാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയാം, ലോകത്തിൻ്റെ സുവിശേഷമാണ് കിട്ടുന്നതെങ്കിൽ പ്രിയരെ, ഇവരെല്ലാം അതിൽ തന്നെ സന്തോഷിക്കും. അവർക്ക് ലോകത്തിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അവർ പ്രാപിക്കും. ഈ ലോകത്തിൽ കിട്ടുന്ന എല്ലാം ഈ മണ്ണിൻ്റേതാണ്. നമ്മുടെ ഈ തലമുടി നാരിഴ മുതൽ നഖത്തിനകം വരെ ഈ പുറത്ത് കാണുന്ന സാധനം മണ്ണാണ്. പക്ഷേ ഈ നേടുന്നതെല്ലാം ഈ മണ്ണിന് വേണ്ടിയാണ്. പക്ഷേ അകത്തൊന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനു വേണ്ടിയുള്ള നേട്ടം ഇന്ന് അനേക സ്ഥലങ്ങളിൽ സ്തോത്രം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പക്ഷേ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വലിയൊരു വല വിരിച്ചിങ്ങനെ ഇട്ടിരിക്കുകയാണ്. വലിയൊരു വല, ആയിരങ്ങളെ പിടിക്കാൻ പറ്റുന്ന വല, 10,000-ങ്ങളെ പിടിക്കാൻ പറ്റുന്ന വല. നിങ്ങൾ എത്രത്തോളം ഇത് ഉൾക്കൊള്ളുമെന്നും ഇത് അംഗീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നെ ചില നാളുകൾ കൊണ്ട് വേദനിപ്പിക്കുന്ന ചില വരികളാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ വല എന്ന് പറഞ്ഞാൽ എത്ര കൊണ്ടാലും സ്തോത്രം അതിനെ ഉറപ്പിക്കുന്ന ഒരു വല, ഈ ലോകത്തിൻ്റെ ഒരു വല, ഈ മണ്ണിൻ്റെ ഒരു വല, ഈ ജഡത്തിൻ്റെ ഒരു വല വിരിച്ചിട്ടിരിക്കുകയാണ്. ഈ വലയ്ക്കകത്ത് ലക്ഷങ്ങൾ 10,000-ങ്ങൾ വന്ന് കയറുകയാണ്. കയറുമ്പോൾ കിട്ടുന്ന വചനം മുഴുവൻ എന്താണെന്നറിയാമോ? സ്തോത്രം, നിൻ്റെ ഈ കടം മൊത്തം ഇതാ ഇന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മാറും. അത് സ്തോത്രം, ആ വചനം മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. അവർ ഈ ജഡത്തെ പോഷിപ്പിക്കാൻ ഇതെല്ലാം ഏറ്റെടുക്കും. സ്തോത്രം, ഇവരെല്ലാം സന്തോഷിക്കും, ആരാധിക്കും, നൃത്തം ചെയ്യും, ഇവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി എല്ലാം കിട്ടും. അപ്പോൾ അവർ കണ്ട യേശു എൻ്റെ കടം മാറ്റുന്ന യേശു മാത്രമാണ്, എൻ്റെ പ്രയാസം മാറ്റുന്ന യേശു മാത്രമാണ്. പക്ഷെ ഈ പ്രയാസം മാറണ്ടെന്ന് വെച്ചാൽ മാറണം. പക്ഷേ അവർ കണ്ടുമുട്ടിയ യേശു നിത്യജീവൻ കൊടുക്കുന്ന ആളല്ല. അവർ കണ്ടുമുട്ടുന്ന യേശു, പാപമോചനം കൊടുക്കുന്ന യേശുവിനെ അവർ കണ്ടുമുട്ടിയില്ല. അവർ കണ്ടുമുട്ടിയ യേശു നിത്യതയിൽ കൊണ്ടുപോകുന്ന യേശുവിനെ അവർ കണ്ടുമുട്ടിയില്ല. അവർ കണ്ടുമുട്ടുന്ന യേശു ഈ വേദപുസ്തകത്തിനകത്ത് എന്തിനു വേണ്ടി വന്നു എന്ന് അവർക്കറിയത്തില്ല. അവർ കണ്ടുമുട്ടിയ യേശു, സ്തോത്രം, എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്നും, മരിച്ചത് എനിക്ക് ഈ ലോകത്ത് ഈ മണ്ണിന് വേണ്ടിയുള്ള സാധനം തരാനല്ല മരിച്ചതെന്നും, മരിച്ചത് മുഴുവൻ രക്തവും മുഴുവൻ ജീവനും തന്ന് മുഴുവൻ ശരീരവും സ്തോത്രം കീറപ്പെടാൻ വിട്ടുകൊടുത്തത് ആർക്കും അപഹരിക്കാൻ പറ്റാത്ത സ്വർഗീയ സന്തോഷം തരാനാണെന്നും, സ്വർഗീയ കൃപ തരാനാണെന്നും, നിത്യജീവനെ തരാനാണെന്നും, സ്വർഗം തരാനാണെന്നും തീർന്നില്ല. യേശുവിനെ എനിക്ക് സ്വന്തമായിട്ട് തരാനാണ് എൻ്റെ യേശു മരിച്ചതെന്നും ഇന്ന് കോടികൾക്ക് അറിഞ്ഞുകൂടാ. അവർ പള്ളിയിലാണ്, അവരുടെ കയ്യിൽ വേദപുസ്തകമുണ്ട്, അവരുടെ കയ്യിൽ പാട്ടുപുസ്തകമുണ്ട്, അവർ വലിയൊരു വലയ്ക്കകത്ത് കുട്ടി കിടക്കുകയാണ്. ആ വല മൊത്തത്തിൽ കെട്ടി പൂട്ടി ഈ ഉപദേശം പറയുന്ന ആളിൻ്റെ കെട്ടിനകത്ത് കിടക്കുകയാണ്. ആ ആള്, ഉപദേശം പറയുന്ന ആള്, നിനക്ക് ഈ പുറത്ത് ഈ മണ്ണിന് വേണ്ടുന്നതേ പറയും. അപ്പോൾ ജനം എന്ത് ചെയ്യും? തടിച്ചു കൂടും. ചെറുപ്പക്കാർ വരുമ്പോൾ നൃത്തത്തോടുള്ള പാട്ട് അവിടെ നടക്കും. അവർ കാണുമ്പോൾ കൊള്ളാം, കണ്ടോ, എല്ലാ മോഡലും ഷർട്ടും ഇട്ടിരിക്കുന്നു, എല്ലാ മോഡലും ഇട്ടിരിക്കുന്നു, മൈക്കിൾ ജാക്സന്റെ ഡ്രസ്സും ഇട്ടിരിക്കുന്നു. അപ്പം നമുക്കിവിടെ കൂടിയാൽ നമുക്കും എന്ത് ചെയ്യാം? എല്ലാം ഇടാം. അങ്ങനൊരു വലിയ തലമുറ, നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞൂടാ, വലിയൊരു തലമുറ ഈ വലയ്ക്കകത്ത് കുരുങ്ങിക്കിടക്കുകയാണ്. പക്ഷെ അവർ വിചാരിക്കുന്നു നിങ്ങൾ യേശുവിൻ്റെ മക്കളല്ലേ. അല്ല, എങ്ങനെ യേശുവിൻ്റെ മക്കളാകും? ലോകത്തുള്ള അനേക ലക്ഷങ്ങൾ യേശുവിൻ്റെ പള്ളി പോകുന്നവരുണ്ട്. യേശുവിനെ ആരാധിക്കുന്ന, യേശു എന്ന് പറയുന്ന യേശുവിനെ പ്രസംഗിക്കുന്ന പള്ളിയിൽ പോകുന്നുണ്ട്. ചില പള്ളികൾ വിഗ്രഹമില്ല, ചില പള്ളികൾ ക്രൂശിൻ്റെ രൂപമില്ല, ചില പള്ളികൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ മണ്ണുകൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾ വച്ചിട്ടില്ല. പക്ഷെ അവിടെയും നിത്യജീവൻ്റെ സുവിശേഷം ഇല്ല, നിത്യതയുടെ സുവിശേഷമില്ല, രക്തത്താലുള്ള വിടുതലില്ല, പാപമോചനമില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു ദൈവ പൈതൽ മകൾ, കർത്താവിൻ്റെ മകൾ ആരാണ്, കർത്താവിൻ്റെ മകൻ ആരാണ് എന്നുള്ള ഉപദേശമില്ല. ഒരു മണവാട്ടി ആരാണ്, ഒരു കാന്ത ആരാണ്, കല്യാണ വസ്ത്രം ലഭിച്ചവൾ ആരാണ്, കല്യാണ സത്യക്ക് കയറി ഇരിക്കുന്നത് ആരാണ്, രാജാവിൻ്റെ അടുക്കൽ ഇരിക്കുന്ന ആരാണ്, സ്തോത്രം, മണവാട്ടിയുടെ പദവി എന്താണ്, സ്തോത്രം, ഈ ഭൂമിയിലുള്ളതെല്ലാം ചപ്പാണെന്ന് അവർക്കറിയത്തില്ല. അവർ കരുതുന്നു ഈ ഭൂമിയിലുള്ള എല്ലാം എന്തോ ആണ്. ഞാൻ ദൈവത്തെ ആരാധിച്ചു, എനിക്ക് ഇത് കിട്ടി, ഇത് കിട്ടി, ഇത് കിട്ടി, ഇത് കിട്ടി, ഇത് കിട്ടി.
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഞാൻ വളർന്നു ദൈവത്തെ കണ്ടു. അപ്പം അവർ കണ്ടുമുട്ടി യേശു, ഈ ജഡത്തെ പോഷിപ്പിക്കുന്ന യേശു. മറ്റൊരു സുവിശേഷം ഗലാത്യരിൽ പറയുന്നു, മറ്റൊരു സുവിശേഷം, മറ്റൊരു യേശു. വായിക്കാമോ ആ വാക്യം? ടക്കനെ നമുക്ക് എടുത്ത് വായിക്കാമോ? ഗലാത്യർക്ക് ലേഖനം, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ, അത് ഞാൻ നോക്കിയൊന്നും വന്നല്ല, ഓർമ്മ ശരിയെങ്കിൽ 1-ാമത്തെ അധ്യായമാണെന്നാണ് എൻ്റെ ഓർമ്മ. 1:6 മുതൽ അങ്ങോട്ട് വായിച്ചു നോക്കിയേ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷം. എത്ര കറക്റ്റായിരുന്നു ആ വചനം. എത്രയോ ദിവസമായത് വായിച്ചിട്ട്. വായിച്ചേ. വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട്, വേറൊരു സുവിശേഷത്തേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഞാൻ ആശ്ചര്യപ്പെടുന്നു. അടുത്ത്, അത് വേറൊരു സുവിശേഷം എന്നല്ല, അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു. അടുത്ത്, എന്നത്രേ. അടുത്ത്, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി യേശു പറഞ്ഞു എന്തോന്നാ, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയെങ്കിൽ കണ്ണിനെ ചൂന്നുകളെ. പക്ഷെ ഇവർ പറയുന്ന കുഴപ്പമില്ല, നിങ്ങൾക്കത് എല്ലാം കിട്ടും. കണ്ടോ, യേശു പറയുന്നു, നിനക്ക് സ്വർഗത്തിൽ കിടക്കാൻ കണ്ണാണ് ഇറച്ചെങ്കിൽ നീ ഒറ്റ കണ്ണനായി 2 കണ്ണുള്ള ആൾ നരകത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒറ്റ കണ്ണായിട്ട് സ്വർഗത്തിലിരി. ഒറ്റ കണ്ണ് മതി നിനക്ക്. യേശു പറയുന്നുണ്ട്, ഒറ്റ കണ്ണ് നിനക്ക് മതി, നീ സ്വർഗത്തിൽ വാ. 2 കണ്ണ് നിനക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്തിലുള്ള ചിലത് നിനക്ക് വേണ്ട, കിട്ടിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ നീ സ്വർഗത്തിൽ വാ. കണ്ടോ, യേശു പറയുന്ന എന്തോന്നാണ്? യേശു പറയുന്നത് എന്തോന്നാണ്? നീ ഒരു കൈയില്ല, വേണ്ട, നീ 2 കൈയുള്ള ആളായിട്ട് നരകത്തിൽ കിടക്കുന്നതിനേക്കാൾ, 2 കണ്ണുള്ള ആളായിട്ട് നരകത്തിൽ കിടക്കുന്നതിനേക്കാൾ നീ ഒറ്റ കൈയുള്ള ആളായി, ഒറ്റ കണ്ണുള്ള ആളായി നീ സ്വർഗത്തിൽ വാ. നീ ഇവിടെ ആൾക്കാർ കാണുമ്പോൾ നിന്റെ കണ്ണൊന്നുമില്ലല്ലേ, സാരമില്ല, നീ എൻ്റെ അടുത്ത് ഒറ്റ കണ്ണനായിട്ട് വാ. കണ്ടോ എൻ്റെ വില. പക്ഷെ ഇവിടെ പറയുന്നു, ഏതെങ്കിലും ഒരു കലക്കത്തിൻ്റെ സുവിശേഷം കൊടുക്കുന്നു, ജനത്തെ എല്ലാം നീക്കി കൂട്ടുന്നു, കെട്ടിനകത്താക്കുന്നു. പിന്നെ അവർ പറഞ്ഞത് സുവിശേഷത്തിനകത്ത് കിടക്കും. അവർ ബൈബിൾ വായിക്കത്തില്ല. വായിച്ചാൽ ഒട്ട് അവർക്ക് വെളിപ്പെടാൻ രീതിയിൽ വായിക്കുകയും ഇല്ല. ഒരു പുതിയ പാട്ട് എഴുതുന്നു, ആ പുതിയ പാട്ട് കുറച്ച് മ്യൂസിക്സ്. ആരെയും മോശം പറയുന്ന ആളല്ല ഞാൻ ഈ വചനത്തിൻ്റെ സത്യം ഞാൻ വെളിപ്പെടുത്താൻ കർത്താവിനെ ആത്മാവ് ഉണർത്തിക്കുന്നുണ്ട് പറയുക. ഒരു വലിയ വല വിരിച്ചിട്ടിരിക്കുന്നു. ഓരോ പുതിയ പാട്ടുകൾ വരുന്നു, എഴുതുന്നു, അതിൻ്റെ താളം പിടിക്കുന്നു. ഏത് റിതമിട്ടാൽ, ഏത് മ്യൂസിക് ഇട്ടാൽ, ഏത് ഇൻസ്ട്രുമെൻറ്റ്സ് അവിടെ വർക്ക് ചെയ്താൽ ഈ പാട്ട് പവർഫുൾ ആകുമെന്ന് നോക്കുന്നു. അടുത്ത് ഏത് കളറിലുള്ള ലൈറ്റ് ഇങ്ങനെ ശരീരം മൊത്തം അടിച്ചാൽ, സ്തോത്രം, എനിക്കറിയാം ഇത് യൂട്യൂബിൽ പോകുന്നതാണ്, കർത്താവിന് സ്തോത്രം, ഏത് ലൈറ്റ് വ്യക്തമായിട്ട് അടിച്ചാൽ നല്ല പാടുമ്പോഴും നൃത്തം ചെയ്യുമ്പോഴും ഈ തലയിൽ തൊപ്പി വയ്ക്കുമ്പോഴത്തെ ഷർട്ടിൻ്റെ ബാക്കിൽ, ബനിയൻ്റെ ബാക്കിൽ കിടക്കുന്ന ഇത് ഒന്ന് ആടും. അതിൻ്റെ ഒരു ഭംഗി എങ്ങനെ വരും, ആ ഡ്രസ്സിൻ്റെ മോഡൽ എങ്ങനെ ഒന്ന് മിന്നി വരും എന്നറിയാനുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റും, പിന്നെ ജനത്തെ ഒന്ന് നൃത്തം ചെയ്യിക്കാൻ, ഒന്ന് ചാടിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, ഈ വലയ്ക്കകത്ത് ലക്ഷങ്ങൾ കുടുങ്ങിക്കിടക്കുമ്പോൾ, സ്വത്രം, ഈ വല കെട്ടിപ്പൂട്ടി വച്ചിരിക്കുക. ഈ വലയ്ക്കകത്തുനിന്ന് ഈ ജനം എത്ര വല, ഇതുപോലെ ഒരു വലയല്ല, ഈ ലോകത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ 10,000 കൂടുന്ന വലകൾ, 50,000 കൂടുന്ന വലകൾ, സത്യവചനത്തിൻ്റെ വലകളല്ല ഇത്. ഇതെല്ലാം ഈ മണ്ണോട് ചേരുന്ന, മണ്ണിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഈ മണ്ണോട് ചേരുന്നവരെ കൊടുക്കുന്ന വലകൾ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഈ ബോഡി മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ഈ മണ്ണ് ഒരു കവർ മാത്രമാണ്. ഈ കവറിനകത്താണ് വിശേഷപ്പെട്ട സാധനം ദൈവം വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ വിശേഷപ്പെട്ട ആ വ്യക്തി അല്ലെങ്കിൽ ആ ദൈവത്തെ അകത്ത് കൊണ്ടുവരുന്ന ഉപദേശങ്ങളോ അല്ലെങ്കിൽ ആ കൂട് മാത്രമാണ് ഈ മണ്ണെന്നും, ഈ കൂട് ഒരു ദിവസം ഈ മണ്ണോട് ചേരുമെന്നും, എന്നാൽ അതിനകത്തുള്ളതാണ് സ്വർഗത്തിൽ വിലപിടിപ്പുള്ളതെന്നും എന്നുള്ള വചനം ബൈബിളിലും മുഴുവൻ ഇതാണ് പുതിയ നിയമത്തിൽ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും കിട്ടാതെ ജനം പുറമേ നല്ല വണ്ണം വച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും. ഞങ്ങൾ ഇന്ന പള്ളിയിലെ പോയേ, ഇന്നടുത്ത പോയേ, എനിക്ക് അവിടെ പോയപ്പോൾ എനിക്ക് ഇന്നത് കിട്ടി, എനിക്കിവിടെ പോയപ്പോൾ ഇന്നത് കിട്ടി, സ്തോത്രം, എനിക്കിവിടെ പോയപ്പോൾ അത് കിട്ടി, ഇത് കിട്ടി. പക്ഷേ യേശുവിനെ കിട്ടിയെന്ന് ആരും
പറയുന്നില്ല. എനിക്ക് നിത്യത കിട്ടിയെന്ന് ആരും പറയുന്നില്ല. എനിക്ക് പാപക്ഷമ കിട്ടിയെന്ന് ആരും അനേകരെ പറയുന്നില്ല. എൻ്റെ ജീവിതത്തിനകത്ത്, എൻ്റെ സ്വഭാവത്തിനകത്ത് ഒരു മാറ്റം വന്നുവെന്ന് അനേകരെ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. പക്ഷേ തിരുവചനം നമ്മളോട് എന്ത് പറയുന്നു? എല്ലാ ആരാധനയ്ക്കകത്തും യേശുവിനെ ഉയർത്തുന്ന സുവിശേഷങ്ങൾ കേൾക്കുന്ന അടുത്തെല്ലാം വന്നുകൂടുന്ന ജനം മുഴുവൻ മക്കളാണോ? ഇനി സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാവരും മക്കളാണോ? എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? പ്രസംഗിക്കുന്ന എല്ലാവരും മക്കളാണോ? കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മക്കളാണോ? നമുക്കറിയത്തില്ല. പക്ഷെ നമുക്ക് ഈ ആഴം വെളിപ്പെടണം. നമുക്ക് ഈ ആഴം വെളിപ്പെട്ടിട്ട് ഈ കെട്ടിൽ കിടക്കുന്ന വ്യക്തികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം, എന്താണ് ഇതിൻ്റെ സത്യം, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാര്യം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവരാദ്യം അംഗീകരിക്കത്തില്ല. സ്തോത്രം. നമ്മൾ പറയും ഇതല്ല എന്ന് പറയുമ്പോൾ അവർ പറയും ഞങ്ങൾ യേശുവിനല്ലേ ആരാധിക്കുന്നത്, പിന്നെ എന്താ കുഴപ്പം എന്നേ ചോദിക്കൂ. ഞങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ ബൈബിളല്ലേ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് എന്നേ ചോദിക്കൂ. പക്ഷെ അവിടെ ഒരിടവും നമ്മൾ വീണു പോകാതെ ആ ദൈവ വചനം കൊടുക്കണം, വചനം പറഞ്ഞു കൊടുക്കണം. ആ വചനം നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ അറിയണം, നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിച്ചേ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കണ്ടോ, അവനെ കൈക്കൊള്ളുന്നവർക്കാണ് അധികാരം കൊടുത്തത്. ആർക്കാണ് അധികാരം കൊടുത്തത്? കർത്താവായ യേശുവിനെ കൈക്കൊള്ളുന്നവർക്ക് കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? അധികാരം കൊടുത്തു. എൻ്റെ കർത്താവ് അധികാരം കൊടുത്ത ആർക്കാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവർക്ക് കർത്താവായ യേശു ക്രിസ്തു അധികാരം കൊടുത്തു. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, കർത്താവിനെ കൈക്കൊള്ളുന്നവർക്കാണ് കർത്താവിൻ്റെ മകളാകുവാൻ എൻ്റെ കർത്താവ് അധികാരം കൊടുക്കുന്നത്. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. മക്കളാകണമെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരു കാര്യം എനിക്ക് കിട്ടും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കിട്ടി. മക്കളാകോ? ഇല്ല. ഈ ലോകത്തിലുള്ള ഇന്നത് കിട്ടി, പള്ളി പോയി ഇന്നടുത്ത് പോയാൽ എനിക്ക് വിടുതൽ കിട്ടുമെന്ന് പലരും പറഞ്ഞു. വിടുതൽ കിട്ടിയവരെല്ലാം പറഞ്ഞു. അത് കേട്ടു പോയി. പക്ഷേ വിടുതലും കിട്ടി. പക്ഷെ സത്യത്തിൽ മക്കളാകോ? വിശ്വസിച്ച് ആ വിടുതൽ പ്രാപിച്ച്. പക്ഷെ മക്കളാകോ? വിശ്വസിച്ചില്ലേ? വിശ്വസിച്ചു. പിന്നെ എന്തൊന്നില്ല വിശ്വസിച്ചേ? ആ വിടുതൽ വിശ്വസിച്ചു പോയി. പക്ഷെ വിശ്വസിക്കുന്നവരല്ല മക്കളാകുന്ന. പിന്നെ ഇവിടെ കൈക്കൊള്ളുന്നവർ. ആരെ കൈക്കൊള്ളുന്നവർ? യേശുവിനെ കൈക്കൊള്ളുന്നവർ. യേശുവിനെ ഒന്നുകൂടെ വായിച്ച വരി. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. അപ്പോ ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും 10,000 നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജഡത്തെ പോഷിപ്പിച്ച് ജഡചിന്തകൾ മാത്രം പറഞ്ഞ് സ്തോത്രം, എങ്ങനെ ഞാൻ നിന്നാൽ നന്നായിരിക്കും, എങ്ങനെ പോസ് ചെയ്താൽ നന്നായിരിക്കും, എങ്ങനെ ഞാൻ സ്തോത്രം നിന്ന് ആക്ട് ചെയ്താൽ, അത് പ്രാക്ടീസ് ചെയ്താണ് വരുന്നത്. ആക്ട് ചെയ്താൽ നല്ല പ്രാക്ടീസ് ചെയ്യും. പണ്ട് കണ്ടിട്ടില്ലേ സ്തോത്രം, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ആനിവേഴ്സറി വരും. ഞാൻ നിന്നിട്ടില്ല. ആനിവേഴ്സറി വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒന്നിലും നിന്നിട്ടില്ല. ആനിവേഴ്സറി വരുമ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യും. മോണോ ആക്ട് പ്രാക്ടീസ് ചെയ്യും, പിന്നെ കഥാപ്രസംഗം പ്രാക്ടീസ് ചെയ്യും, നാടകം പ്രാക്ടീസ് ചെയ്യും, പിന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യും. ഇത് മറ്റുള്ള ജനത്തിൻ്റെ മുമ്പിൽ കളിക്കുകയും വേണം, അവർക്ക് ട്രോഫി കിട്ടുകയും വേണം. അതിനു വേണ്ടിയാണ് അഭിനയം നടത്തുന്നത്. പക്ഷേ ഇതുപോലെ ഇന്ന് അനേകർ പ്രാക്ടീസ് ചെയ്യുന്നു. ആ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടുവന്ന് ആരാധന സ്ഥലത്ത് കാണിക്കുന്നു. സ്തോത്രം. പക്ഷേ അവിടെ നടക്കേണ്ടത് എങ്ങനെ? സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി ദൈവത്തിൻ്റെ ശക്തി പകർന്ന് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ ശുശ്രൂഷ വെളിപ്പെടണം. പക്ഷെ നടക്കുന്ന എന്തോന്നാ? ഇതല്ല. ദൈവത്തിന് സ്തോത്രം. ജനം ആയിരങ്ങൾ ആ വിശാലതയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. യേശുവിനെ അല്ലേ വിളിക്കുന്നത്? അതെ, യേശുവിനെയാണ് വിളിക്കുന്നത്. പക്ഷേ യേശുവിനെ അല്ലേ ആരാധിക്കുന്നത്? അതെ, യേശുവിനെയാണ് ആരാധിക്കുന്നത്. യേശുവിൻ്റെ അടുത്താണ് വന്നത്. പക്ഷെ അവർ സത്യം അറിഞ്ഞല്ല ആരാധിക്കുന്നത്. അവർ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞല്ല ദൈവത്തെ സ്തുതിക്കുന്നത്. അവർക്കൊന്നും അറിവില്ലാത്തവരായി, ഇടങ്കയും വലങ്കയും അറിഞ്ഞുകൂടാത്തവരായി,
സ്വത്ര ആ പട്ടണത്തിൽ കർത്താവ് പറഞ്ഞില്ലേ, ഇടം കൈ അറിഞ്ഞൂടാത്തവരായി എനിക്ക് കുറേ പേര് അവിടെ 1,20,000 ചില്ലുവാനം പേര് അവിടെ ഒരു വരിയുണ്ട്, അത് എടുത്തവരൊന്ന് വായിച്ചേ. അവിടെ അതിനകത്ത് കിടപ്പുണ്ട്, യോനയുടെ പുസ്തകത്തിനകത്ത്. അവിടെ ഇത്ര ജനം എനിക്കുണ്ട് എന്ന് ദൈവം യോനയോടൊരു വരി പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഒരുപാട് സ്ഥലങ്ങളിൽ വല്ലാത്തൊരു വലയ്ക്കകത്ത് കെട്ടപ്പെട്ടവരായി, യേശുവിനെയാണ് ആരാധിക്കുന്നതെന്ന് പറയുന്നെങ്കിലും വല്ലാത്തൊരു വലയ്ക്കകത്ത് കെട്ടപ്പെട്ടവരായി കിടക്കുന്നുണ്ട്. കണ്ടൊരു വായിച്ചേ. കണ്ടവർ വായിച്ചേ. ആരും കണ്ടില്ല, ആരും എടുത്തില്ലേ? ദൈവത്തിന് സ്തോത്രം. യോനയുടെ പുസ്തകത്തിനകത്തുണ്ട്. ആ യോനയുടെ പുസ്തകത്തിനകത്ത് വായിക്കുമ്പോൾ യോനയോട് ദൈവം പ്രവചിച്ച് പറയുകയാണ്, അവിടെ ഇത്ര ജനമുണ്ട് എന്ന് പ്രവചിച്ച് പറയുകയാണ്. അപ്പോൾ ഞാൻ എടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. മുമ്പൊക്കെ ആണെങ്കിൽ ദൈവവേലക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ സ്തോത്രം ബാക്കി ഇങ്ങനെ ടക്കനെ എവിടെ പോയാലും ഒരു പെടയലാണ്. അവർ പറയുന്നതിന് മുമ്പേ കർത്താവ് പറയും, ഇതാണ് പറയാൻ പോകുന്നത്. ആ ടക്കനെ എവിടെ കിടന്നാലും എടുത്തു വയ്ക്കും. വായിക്കാൻ വേണ്ടിയല്ല, എടുത്തു വെച്ച് നോക്കും. നോക്കിയിട്ട് അടുത്ത് നോക്കുമ്പോൾ ആ ദൈവദാസൻ പറയുന്ന വരി അത് തന്നെ ആയിരിക്കും. ഞാൻ അവിടെ ഇരുന്ന് ചിന്തിക്കും, കർത്താവേ സ്തോത്രം, അപ്പച്ച എത്രമാത്രം വിശ്വസ്തനാണ്. അടുത്തൊരു വരി പറയാൻ ആ ദൈവദാസൻ പറയത്തില്ല. അതിനു മുമ്പേ ആത്മാവ് പറയും, ഇനി അതുമായിട്ട് ചേർന്ന ഏതെങ്കിലും ഒരു വാക്കായിരിക്കും ആ ദൈവ മനുഷ്യൻ പറഞ്ഞു വരുന്നത്. ടക്കനെ അതുമായിട്ട് ബന്ധപ്പെട്ട ആ വരി പെട്ടെന്ന് ടക്കനെ 1 സെക്കൻഡ് കൊണ്ടങ്ങ് കയ്യിൽ വരും. എടുത്തിട്ട് വിചാരിക്കും, കർത്താവേ ഇതായിരിക്കും എന്ന് വിചാരിക്കും. ദൈവത്തിന് സ്തോത്രം. തൊട്ടടുത്ത് നോക്കുമ്പോഴും അത് തന്നെയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. യേശു എത്ര വലിയവനെന്ന് നോക്കി. നമുക്ക് വചനത്തിനകത്ത് ഒരു ആഴമായ വെളിപ്പാട് ദൈവം നമുക്ക് തരട്ടെ, കൃപ തരട്ടെ, ശക്തി തരട്ടെ, ബലം തരട്ടെ, അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങട്ടെ. സഹോദരങ്ങളെ, ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന അപ്പത്തിനായിട്ടല്ല, സ്തോത്രം, നശിക്കാത്ത കർത്താവിൻ്റെ വചനം, തിരുവചനം എന്ന അപ്പം നമ്മുടെ അകത്ത് ധാരാളം ഇറങ്ങട്ടെ. ആ അപ്പത്തിൽ ജീവിക്കാനുള്ള ശക്തി ദൈവം നമ്മുടെ മേൽ പകരട്ടെ. ആ അപ്പത്തിൽ സന്തോഷിപ്പാൻ, ആ അപ്പത്തിൽ ആനന്ദിപ്പാൻ ദൈവം കൃപ തരട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 1:12 കർത്താവിനെ കൈക്കൊള്ളണമെന്ന് പറഞ്ഞു. എന്നാൽ മത്തായി 7 പറഞ്ഞു, ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പുകയും നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലമാകുന്നു. അപ്പം നമ്മുടെ ജഡത്തിൽ വരുന്ന പാപപ്രവർത്തികളെ ആ ഇടുക്ക് വഴിയിലൂടെ കടത്തിവിട്ട് ഒരു വ്യക്തി കർത്താവിൻ്റെതായി മാറണം. ആ ഇടുക്ക് വഴിയിലൂടെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ പോകണം. ഇടുക്ക് വഴിയിലൂടെ നമ്മുടെ ജീവിതത്തിനകത്ത് ആ ജഡത്തിൻ്റെ പ്രവൃത്തി ജയിക്കാതെ വണ്ണം ആ കർത്താവാകുന്ന യേശുവിലൂടെ നമ്മൾ ജീവിക്കണം. ക്രിസ്തുവിലൂടെ ജീവിച്ച് ആ ക്രിസ്തുവാകുന്ന ആ വഴിയിലൂടെ ജീവിച്ച് ആ ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിക്കണം. നമ്മുടെ അകത്ത് ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിക്കണം. ഒന്നുകൂടെ വായിച്ചേ. സ്തോത്രം. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 14 വായിച്ചേ. അതിൻ്റെ 7-ാം അധ്യായം 13-14 വായിച്ചേ. ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പീൻ. ഇത് ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരാണ്. അനേകർ അങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വരി. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും. എനിക്ക് ഇഷ്ടമുള്ളതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ജീവങ്കിലേക്കുള്ള വാതിലാണ് ഞാൻ പോകുന്നതെങ്കിൽ, അപ്പോൾ എൻ്റെ ഇഷ്ടമല്ല അവിടെ നടക്കേണ്ടത്. ദൈവ ഇഷ്ടപ്രകാരം എൻ്റെ ഇഷ്ടങ്ങൾ ഇടുക്കുവാതിലൂടെ ഉടയണം. ജീസസ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. എൻ്റെ ഇഷ്ടങ്ങൾ ആ ഇടുക്കുവാതിലൂടെ ഉടയുകയും ആ ഇടുക്കുവാതിലൂടെ ഞാൻ ഉടഞ്ഞ് ക്രിസ്തുവിൽ അത് കയറണം, പോകണം. ക്രിസ്തുവിൽ ഒരു ജയജീവിതം വരണം. ഇടുക്കുവാതിലൂടെ അത് പോയാൽ മാത്രമേ വ്യത്യാസമുള്ളൂ. വായിച്ചേ വരി ഒന്നുകൂടെ വായിച്ചേ. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്. ഉണ്ടോ? ഒരുപാട് ഞെരുക്കമുണ്ട്. നമ്മുടെ ജഡത്തിന്റെ പ്രവർത്തികളൊന്നും അവിടെ നടക്കത്തില്ല. ജഡത്തിന്റെ പ്രവർത്തികളൊന്നും എല്ലാം ഉടഞ്ഞേ തീരൂ. ആ ഇടുക്കിലൂടെ കടന്നു പോയാൽ മാത്രമേ ക്രിസ്തുവിന്റെ ഒരു പൈതല് ഇടുക്കുവാതിലൂടെ അകത്ത് കടന്നു പോകണം. പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം. പേടിക്കരുത്. പ്രശ്നത്തെ ജയിച്ച ഒരു കർത്താവ് ഫ്രണ്ടിലുണ്ട്. പ്രതിസന്ധി ജയിച്ച ഒരു കർത്താവ് ഫ്രണ്ടിലുണ്ട്. ആ കർത്താവാണ് ഇടുക്ക് വഴിയായി നിൽക്കുന്നത്. ആ കർത്താവിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. യേശുപ്പച്ച പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ഒറ്റ മനുഷ്യർക്കും പിതാവിൻ്റെ അടുത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ക്രിസ്തു ആകുന്ന വഴിയിലൂടെ ജഡത്തിന്റെ പ്രവർത്തികൾ യേശുവിൽ ഇല്ലായിരുന്നു. എന്നാൽ ആ യേശുവിലൂടെ നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ ജഡത്തിന്റെ പ്രവർത്തിയോടെ അവിടെ കടക്കാൻ കഴിയത്തില്ല. അതെല്ലാം ഉടയാൻ തുടങ്ങും, തകരാൻ തുടങ്ങും. ഇന്ന് പകൽ എത്രവർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എൻ്റെ ജഡത്തിന്റെ പ്രവർത്തികൾ മരിക്കട്ടെ, അതെനിക്ക് വേണ്ട. ക്രിസ്തു ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എനിക്ക് ജീവിക്കണം. അപ്പാ, വേദപുസ്തകം വായിക്കുമ്പോൾ റോമർക്ക് ലേഖനം 8-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന റോമർക്ക് ലേഖനം അതിന്റെ 8-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. കണ്ടോ? ഈ ജഡത്തിന്റെ പ്രവർത്തികൾ അനുസരിച്ചാണ് ജീവിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ട് മരിക്കും. എന്നാൽ ജഡത്തെ ആ ഇടുക്കുവാതിലൂടെ
ഇടുക്കിലൂടെ കടത്തിവിട്ട് ജഡത്തിന്റെ പ്രവർത്തികൾ നമ്മളിൽ വരാതെ ആ ക്രിസ്തു യേശുവിന്റെ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിച്ചാൽ, നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്കറിയത്തില്ല സ്നേഹിതരെ. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിന്റെ ആത്മാവിനാൽ ജഡത്തിലൂടെ വരുന്ന ഒരുപാട് സ്വഭാവങ്ങൾ നമുക്കുണ്ട്. നമുക്ക് തന്നെ അതറിയാം, ഇത് മോശമാണെന്നറിയാം, ഇത് തെറ്റാണെന്നറിയാം. ഈ പ്രവർത്തികളെ നമ്മൾ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. ആ ഇടുക്കുവാതിലൂടെ അകത്ത് പോകണമെങ്കിൽ ഇത് മരിച്ചേ തീരൂ. ആ ഇടുക്കിലൂടെ ഇതിനെ മരിപ്പിച്ച് കയറി പോകണം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇടുക്കുവാതിലൂടെ അകത്ത് കിടക്കണമെങ്കിൽ, കഴിഞ്ഞ ഏതോ ദിവസം ചിന്തിച്ചു, അകത്ത് കിടക്കണമെങ്കിൽ പോരാടണം. ഒരു പോരാട്ടമുണ്ട്. ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പാൻ പോരാടുവിൻ. ഒരു പോരാട്ടമുണ്ട്. എന്തിനാണ് പോരാട്ടം? ആ ഇടുക്കിലൂടെ കടത്തിവിടാൻ തടസ്സമായി നിൽക്കുന്ന ഭാവത്തോടാണ് പോരാട്ടം. ആ ഇടുക്കിലൂടെ നമുക്ക് പോകാൻ പറ്റാതെ നമ്മളെ സ്വത്രം നമ്മളെ നമുക്കറിയാമല്ലോ, ഒരു വാതിലിന് വണ്ണം ഒരാളിന് കയറി പോകാൻ പറ്റത്തില്ലേ? വാതിൽ വലുതാക്കൂലേ ആളിന് കയറി പോകാൻ. എന്നാൽ ആൾ ചെറുതായാലോ ആ വാതിലൂടെ കടന്നു പോകാൻ പറ്റും. ഒരളവ് കർത്താവ് വെച്ചിട്ടുണ്ട്. ആ അളവിലൂടെ മാത്രമേ, അതല്ലേ പറഞ്ഞ സൂചിക്കുഴയുടെ കുഴ എത്രയുണ്ട്, അതിനകത്തൂടെ ഒട്ടകം കയറി പോകുമെന്ന് അർത്ഥം. അത്രമാത്രം പൊടിക്കാൻ ആർക്ക് പറ്റും? ദൈവത്തിനെ കൊണ്ട് പറ്റും. നമ്മളെ പൊടിക്കാൻ, നമ്മളെ പണിയാൻ, നമ്മൾ ആ ഒരു ലെവലിലേക്ക് ആക്കാൻ യേശുവിനെ കൊണ്ട് സാധ്യമാണ്. പക്ഷേ അവനെ കൈക്കൊള്ളണം. യേശുവിനെ കൈക്കൊണ്ടാലേ മക്കളാകൂ. യേശുവിനെ കൈക്കൊണ്ടാലേ മകനാകൂ. യേശുവിനെ കൈക്കൊണ്ടാലേ മകളാകൂ. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കൈക്കൊള്ളേണ്ട വണ്ണം കൈക്കൊണ്ടില്ലെങ്കിൽ മകനും മകളും ആകത്തില്ല. മാത്രമല്ല, ഇടുക്കുവാതിലൂടെ കടക്കണം. അതിനൊരു പോരാട്ടമുണ്ട്. അത് പോരാട്ടം നമ്മുടെ പാപ മനുഷ്യനോടാണ്, ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളോടാണ് പോരാട്ടം. ആ പോരാട്ടം പോരാടി ആ ഇടുക്കിലൂടെ, ആ ക്രിസ്തു എന്ന വഴിയിലൂടെ, ക്രിസ്തു എന്ന വചനത്തിലൂടെ, ക്രിസ്തുവിലൂടെ അതിലൂടെ കടക്കണമെങ്കിൽ ആത്മാവ് ഇറങ്ങി നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. ഒന്നുകൂടെ വായിച്ചേ. ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പേൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി എങ്ങനെയാണ്? വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകും. അതിൽ കൂടി ഒരുപാട് പേര് കടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും. കണ്ടോ, അത് ഇടുക്കമാണ്. കാരണം അതിനകത്തൂടെ പോകണമെങ്കിൽ പൊടിയണം, അതിനകത്തൂടെ പോകണമെങ്കിൽ ഉടയണം, അതിനകത്തൂടെ പോകണമെങ്കിൽ ആ വ്യക്തി ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ പൊടിയണം. ദൈവത്തിന് സ്തോത്രം. പാപ മനുഷ്യൻ പൊടിയണം. ജീവിതത്തിനകത്തുള്ള അശുദ്ധി പൊടിയണം. നമ്മുടെ ജീവിതത്തിനകത്ത് പിശാച് ഒതുക്കിയിരിക്കുന്ന ചില ഇരുട്ടിൻ്റെ മണ്ഡലങ്ങൾ എന്ത് ചെയ്യണം? ഒടിഞ്ഞു മാറണമെങ്കിലേ അതിനകത്തൂടെ പോകാൻ പറ്റൂ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ സ്നേഹിതരെ? ഹല്ലേലൂയ. അത് പോകാത്തടത്തോളം കാലം പള്ളിയിൽ വരെ ആരാധിക്കാൻ തിരിച്ചു പോകാം. പക്ഷേ ജീവിതത്തിനകത്ത് ഒരു മാറ്റവും കാണൂല. നമുക്കൊരു താഴ്മ സ്വഭാവം കാണൂല, നമുക്കൊരു അനുസരണ കാണൂല. നമ്മൾ വചനം കേൾക്കും, ആ വചനം നമ്മൾ അംഗീകരിക്കത്തില്ല, നമ്മൾ മുട്ടുമടക്കത്തില്ല. ഇതൊന്നും എന്നോടല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഈ വചനം വലിച്ചെറിഞ്ഞിട്ട് പോകും. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ഈ വചനം വലിച്ചെറിയേണ്ടതല്ല, ഈ വചനം നമ്മുടെ അകത്ത് വരേണ്ടതാണ്. വായിച്ചേ, ആ വാക്യം ഒന്നുകൂടെ വായിച്ച്. ഇപ്പൊ വായിച്ച വരി. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും. കണ്ടോ, അവരൊക്കെ പെന്തക്കോസ്ത് ചെന്ന് ആരാധിച്ചിട്ടിരിക്കുന്നുണ്ടോ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇതാരുടെ ശബ്ദം? ദൈവത്തിൻ്റെ ആണോ ജഡത്തിൻ്റെ ആണോ? ജഡത്തിൻ്റെ. ഈ ശബ്ദത്തെ ഇടുക്ക് വാതിലൂടെ കടത്തിവിടണം. ഇത് മരിക്കണം. സ്തോത്രം. അയൽ കണ്ടാൽ ഇതിനെ ഒന്ന് വാഴ്ത്തി പുകഴ്ത്താൻ വേണ്ടി ഈ ജഡം കടന്ന് പിടയ്ക്കുന്ന പിടയൽ കണ്ടാൽ രണ്ട് പറയാതെ ഈ ജഡത്തിന് ഒരു സ്വസ്ഥതയും. പക്ഷേ തൊട്ടപ്പുറത്ത് ആത്മാവ് പറയും അവർക്കറിയില്ല, അങ്ങ് വിട്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാതെ ഏത് കേൾക്കും? ഇവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം എവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ഇനി അടുത്ത് കേട്ടോ, കള്ളം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് നന്മയ്ക്കായിട്ട് വേണ്ടിയുള്ള കള്ളമല്ല എന്ന് വിചാരിക്കും. പിശാച് പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, നീയേ വിശക്കുന്നല്ലോ, ഈ കല്ലല്ലേ അപ്പമായി കഴിക്കാൻ ആ നന്മയല്ലേ പറഞ്ഞേ? നല്ലതല്ലേ പറഞ്ഞേ? ആണോ അല്ലേ? നല്ലതാണ് പറഞ്ഞത്. പക്ഷേ പറഞ്ഞവൻ ആരാ? അപ്പൊ ആലോചനയാ കല്ലപ്പമാക്കി പഠിച്ചാൽ? ആലോചന ആരുടേത്? നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നമ്മളോട് പറയാം ആ കള്ളമല്ല, അത് ദൈവനാമത്തിന് വേണ്ടിയല്ലേ ആ കള്ളം പറഞ്ഞേ, കുഴപ്പമില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവനാമത്തിന് വേണ്ടിയല്ലേ കള്ളം പറഞ്ഞത്. നീ ദൈവത്തിൻ്റെ മുമ്പിൽ എന്തോ ഒരു കാര്യത്തിനല്ലേ നീ കള്ളം പറഞ്ഞത്. അപ്പം അതൊന്നും പാപമല്ല എന്ന് ആര് പറഞ്ഞു തരും? പക്ഷെ നമ്മൾ പറയും അത് വിശുദ്ധ കള്ളമാണ്. മനസ്സിലായോ? അർത്ഥം അവിടെ കള്ളം പറയിച്ചത് ആര്?
യേശുവിനെ അവിടെ ചെന്ന് വന്ന ആ കള്ളൻ നമ്മുടെ അടുക്കൽ വന്ന് പറഞ്ഞില്ലേ, ജഡം നമ്മളെ തോൽപ്പിക്കുന്നു, പിശാച് നമ്മളെ തോൽപ്പിക്കുന്നു, നമ്മൾ വണ്ണം വയ്ക്കുന്നു, നമ്മളെ ജഡം കീഴ്പ്പെടുന്നില്ല, നമ്മളെല്ലാത്തിലും വണ്ണം വയ്ക്കുന്നു, നമ്മൾ വിശാലപാതയിലൂടെ നടക്കുന്നു, എന്നിട്ട് ആരാധിക്കുകയും ചെയ്യും, പാടുകയും ചെയ്യും, എല്ലാം ചെയ്യും. നടപ്പ് എവിടെ കൂടെയാ? എന്നിട്ട് നമ്മൾ പറയും കർത്താവ് എടുക്കുക, അതിലൂടെയാണ് എടുക്കുക. അയ്യോ നിന്ന് വന്ന് ദൂഷി വന്ന്, അതൊന്നും അല്ല കാര്യം. നിന്ന് വന്ന് ദൂഷി വന്ന് നമ്മൾ നോക്കണം, നമ്മളെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ അത് മരിച്ചിട്ടില്ലെങ്കിൽ നിന്ന് വന്ന് ദൂഷി വന്ന് ഞാൻ ഒന്നും മിണ്ടിയില്ല, നിന്ന് വന്ന് ദൂഷി വന്ന് ഒന്നും മിണ്ടിയില്ല, നിന്ന് വന്ന് ദൂഷി വന്ന് അതുകൊണ്ട് എടുക്കുക അതിലൂടെ അല്ല. ബാക്കിയെല്ലാം ഇതാ വിശാലത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ. അപ്പം നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് ഇറങ്ങി നമ്മളെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഒന്നുകൂടെ വായിച്ചേ. ഗലാത്യർക്ക് ലേഖനം ഒന്നുകൂടെ വായിച്ചേ. ഗലാത്യർക്ക് ലേഖനം 5:24 വായിച്ചേ. റോമർ വായിക്കണം, നമ്മൾ വായിച്ചല്ലോ. റോമർ 8:13 വായിച്ചില്ല നമ്മൾ. കർത്താവിൻ്റെ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. അടുത്ത ഗലാത്യർക്ക് ലേഖനം അതിൻ്റെ 5:24 വാക്യം വായിച്ചേ. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ, കണ്ടോ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അങ്ങനെ അധികാരം കൊടുത്ത ഒരു പൈതൽ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിച്ച് എപ്പോഴും ഇടുക്കുവാതിലൂടെ കടന്നുകൊണ്ടിരിക്കണം. ഇടുക്കുവാതിലൂടെ പോകുന്ന വ്യക്തി തൻ്റെ പാപങ്ങളെ, ഈ വചനം വായിച്ച വചനം, ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട്, അതിന് രാഗമുണ്ട്, മോഹമുണ്ട്. നമ്മൾ പാട്ടിന് രാഗവും താളം എന്ന് പറയൂല്ലേ. എന്നാൽ ജഡത്തിൻ്റെ പ്രവൃത്തി രാഗവും താളമല്ല, മോഹം. രാഗവും എന്തുണ്ട്? മോഹവും ഉണ്ട്. നമ്മൾ പറയാം ആ പാട്ടിന് ഒരു താളവും ഇല്ലായിരുന്നു, ഒരു രാഗവും ഇല്ലായിരുന്നു, ആ പാട്ടിനുള്ള രാഗം മൊത്തം പോയി, പറയത്തില്ലേ? പറയും. പക്ഷെ യേശുവും പറയുന്നു കർത്താവിൻ്റെ മക്കൾക്ക് ഒരു സ്വത്രം എന്തുണ്ട്? വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ, ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ. അതിനൊരു രാഗമുണ്ട്, അതിനൊരു മോഹമുണ്ട്. ഈ ജഡത്തിൻ്റെ രാഗവും മോഹവും ഈ ലോകത്തിനോടുള്ളതിനായിരിക്കും. ഈ ലോകത്തിലുള്ളതിനോടാണ് ഈ ജഡത്തിൻ്റെ രാഗവും മോഹവും. മനസ്സിലാകുന്നുണ്ടോ? ഈ ഭൂമി മണ്ണ്, ഈ മണ്ണ് എപ്പോഴും ഈ മണ്ണിൻ്റെ മുകളിലോട്ട് വളരുന്ന എല്ലാത്തിനെയും മണ്ണങ്ങോട്ട് ഭൂമി ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം ഈ മനുഷ്യൻ നടക്കുന്ന മനുഷ്യനെ ഈ ഭൂമി ആകർഷിച്ച് ഒരു പ്രായം എത്തുമ്പോൾ ഈ മണ്ണിനെ മണ്ണോട് കൊണ്ടുപോകും. മനസ്സിലായോ? ഈ ജഡം എപ്പോഴും എന്ത് ചെയ്യാൻ കൊണ്ടുപോകും? പാപം ചെയ്യാൻ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ജഡത്തിന് ഒരു രാഗമുണ്ട്, ജഡത്തിനൊരു മോഹമുണ്ട്. ആൾക്കാർ എന്ത് ചെയ്തെന്ന് കണ്ടാലും ഞാൻ യേശുവിൻ്റെ പൈതലാണെന്നുള്ള ഓർമ്മ വിട്ട്, യേശുവിൻ്റെ മകനാണെന്നുള്ള ഓർമ്മ വിട്ട്, യേശുവിൻ്റെ മകളാണെന്നുള്ള ഓർമ്മ വിട്ട്, ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവളാണ്, ആ ഇടുക്കുവാതിലൂടെ അകത്ത് കിടക്കുന്ന വ്യക്തിയാണ് എന്നുള്ള ബോധം വിട്ട് എൻ്റെ ഈ രാഗമോഹങ്ങളെ ക്രൂശിക്കാതെ ഈ രാഗവും മോഹവും കാണുമ്പോൾ ഇതിൻ്റെ പുറകെ പോകുന്നു. കണ്ടോ? കർത്താവ് പറഞ്ഞു, മക്കളെ, ഒരു രാഗമുണ്ട് ജഡത്തിന്, ഒരു മോഹമുണ്ട്. പക്ഷെ എൻ്റെ മകളാകുന്ന നിനക്കത് പാടില്ല. ഈ രാഗവും ഈ മോഹവും നിന്നെ ജഡത്തിൻ്റെ പ്രവൃത്തികളിലേക്ക്, ഈ ലോകത്തിൻ്റെ പ്രപഞ്ച മോഹങ്ങളിലേക്ക് എവിടെ കിടക്കുന്നു? സ്തോത്രം. തീത്തോസിൻ്റെ ലേഖനത്തിനകത്ത് ഒരു വാക്യമുണ്ട്, ജഡത്തിൻ്റെ ഈ പ്രപഞ്ച മോഹങ്ങളെ വർജിക്കണമെന്നാണ് തീത്തോസിൻ്റെ ലേഖനത്തിനകത്ത് പറയുന്നത്. അപ്പോൾ ആ തീത്തോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നു, മനുഷ്യന് ജഡത്തോട് ഒരു ജഡ പ്രവൃത്തികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സ്തോത്രം. പക്ഷേ അതിനെല്ലാം നമ്മളെ ജീവിതത്തിനകത്ത് വരാതെ അതെല്ലാം എന്ത് ചെയ്യണം? തകർന്ന് തരിപ്പണമാകണം. സ്തോത്രം. 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വായിച്ചേ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. കണ്ടോ? ഇതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കാത്തിരുന്നു കൊണ്ട് ഭക്തികേടും പ്രപഞ്ച മോഹങ്ങളും. കണ്ടോ? ഭക്തികേടും പ്രപഞ്ച മോഹം. പ്രപഞ്ചത്തിനൊരു മോഹമുണ്ട്. കണ്ടോ? ഭക്തികേടും പ്രപഞ്ച മോഹവും. പ്രപഞ്ചത്തിലൊരു മോഹമുണ്ട് സ്നേഹിതരെ. ഈ മോഹമാണ് ഇന്ന് ലോകത്തിലുള്ള അനേകരെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് യേശുപ്പൻ രക്ഷകനും കർത്താവുമായി അകത്തു വന്ന് ഒരു മകനും മകളും ആകാത്തടത്തോളം കാലം, ഇടുക്കുവാതിലൂടെ പ്രവേശിക്കാത്തടത്തോളം കാലം, സ്തോത്രം, ആത്മാവ് ഇറങ്ങി ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാത്തടത്തോളം കാലം ഈ വ്യക്തി ഈ ജഡത്തിൻ്റെ പ്രവൃത്തി അനുസരിച്ച് പ്രപഞ്ച മോഹങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഒന്നുകൂടെ വായിച്ചേ.
യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചിലപ്പോൾ ഉപവസിക്കുമ്പോൾ ഭക്ഷണം വർജിച്ചിരിക്കും അല്ലേ? വേണ്ട, വർജിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും വേണ്ട. കാരണം എന്താ? വെളിപ്പാടില്ല സ്നേഹിതരെ. അതുകൊണ്ടാണ് ഇതിൻ്റെ പുറകെ പോകുന്നത്. ഇതിൻ്റെ പുറകെ പോകാൻ കാരണം മനുഷ്യൻ്റെ ലോകത്തോടുള്ള ആ ദാഹവും ചിന്തയും തീർന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പലപ്പോഴും ഇതിൻ്റെ പുറകെ പോകും. സ്വത്രം രാഗമോഹങ്ങളെ യേശുവിൻ്റെ ക്രൂശോട് കൂടെ ക്രൂശിച്ചവർ ഇതിൻ്റെ പുറകെ ഇത് കണ്ടാൽ ഒന്നും അവർക്ക് തോന്നത്തില്ല, ഒരനക്കവും വരത്തില്ല. യേശുക്രിസ്തുവിൻ്റെ കാലിൽ ഒരു സ്ത്രീ വന്ന് പരിമള തൈലം പൂശി തലമുടി കൊണ്ട് തോർത്തിയല്ലേ? യേശുവിനെ ചുംബിച്ചില്ലേ? പക്ഷെ യേശു അനങ്ങിയോ സഹോദരങ്ങളെ? അമ്മേ, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് മഹത്വം. അതാ പറഞ്ഞു ഞാൻ. ഹല്ലേലൂയ. കൃപയേ കൃപയേ ദൈവകൃപയേ, ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. കൃപയേ കൃപയേ ദൈവകൃപയേ, ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ അതൊന്നും ഭൂവിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ അതൊന്നും ഭൂവിലില്ലായേ. കൃപയേ ദൈവകൃപയേ, ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. കൃപയേ കൃപയേ ദൈവകൃപയേ, ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ അതൊന്നും ഭൂവിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ അതൊന്നും ഭൂവിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ ഭൂവിലില്ലായേ. ഹല്ലേലൂയ. അപ്പോൾ രാഗമോഹങ്ങളോടുകൂടെ കർത്താവിൽ പാവങ്ങളെ ക്രൂശിക്കണം. ഒന്നുകൂടെ വായിച്ച പ്രപഞ്ചമോഹങ്ങളെ വർജിച്ച് പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടെ ഞാൻ ആരാണെന്നുള്ളൊരു സുബോധം വേണം. ഞാൻ ദൈവ പൈതലാണ്, യേശുവിനെ കൈക്കൊണ്ട് കർത്താവിൻ്റെ നാമം വിശ്വസിച്ച് യേശുവിൻ്റെ മകളാണ് ഞാൻ, മകനാണ് ഞാൻ എന്നുള്ള ഒരു സുബോധം എന്ത് ചെയ്യണം? നമുക്ക് വേണം. സുബോധം വേണം. സുബോധം ഇല്ലെങ്കിൽ പോക്ക്, സുബോധം ഇല്ലെങ്കിൽ പോക്കാണ്. സുബോധം വേണം. അടുത്ത വരി. സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് 3 കാര്യം. സുബോധത്തോടും നീതിയോടും അടുത്ത് ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന്. ഇത് 3 മാർക്ക് വേണം. ദൈവവൈതൽ വേണം. ഒന്ന് സുബോധം വേണം. ഞാൻ ആരാണെന്നുള്ള സുബോധം. പണ്ട് ഉള്ള ആളല്ല ഞാൻ. ഇപ്പം ഈ രാജാവിനെ സ്വീകരിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് ഇനി ഇതിലോട്ട് പോകേണ്ട ആളല്ല ഞാൻ. ഇനി ഇതിൻ്റെ പുറകെ അല്ല ഞാൻ ഇരിക്കേണ്ടത്. ഞാൻ രാജാവിനോടൊപ്പമാണ് ഇരിക്കേണ്ടത്. ഞാൻ രാജാവിനോടൊപ്പമാണ് ഇരിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളിനോട് ചോദിച്ചു, ആഭരണം മാറ്റിക്കൊണ്ട് സങ്കടമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, എനിക്ക് ദൈവത്തിൻ്റെ തേജസ് ഉണ്ടല്ലോ. കണ്ടോ, ഈ വെളിപ്പാട് കിട്ടുമ്പോഴാണ് ആരുടെ തേജസ്? ദൈവത്തിൻ്റെ. അതിലപ്പുറം ഭംഗി ആർക്കാ ഉള്ളത്? 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ക്രിസ്തുതൻ പരിവാര സമന്വിതം പരിലസിച്ചിടും മധ്യേ. മണവാളൻ ക്രിസ്തുതൻ പരിവാര സമന്വിതം പരിലസിച്ചിടും മധ്യേ. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം.
ഹല്ലേലൂയ. ആ മണവാളന്റെ തേജസ്സാണ് മണവാട്ടിക്കിടുന്നത്. ഹല്ലേലൂയ. അപ്പൊ പിന്നെ ആ മണവാളന്റെ തേജസ് മണവാട്ടിക്കുണ്ടെങ്കിൽ പിന്നെ എന്ത് ഭംഗിയാ ഇവിടെ നോക്കി. അങ്ങോട്ട് വായിച്ചു പോകുമ്പോൾ മനസ്സിലാവും, അങ്ങോട്ട് ധ്യാനിച്ചു പോകുമ്പോൾ മനസ്സിലാവും ഇന്നത്തെ വചനം കേൾക്കുമ്പോൾ. ഹല്ലേലൂയ. ഇപ്പൊ വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചേ. പ്രപഞ്ചമോഹങ്ങൾ വർജിച്ചിട്ട്, പ്രപഞ്ചമോഹങ്ങളെ വർജിക്കണം. അത് വർജനമായിരിക്കണം. അത് വേണ്ടാന്ന് വെക്കണം. ഒരു ദൈവത്തിന്റെ മകൾക്ക് അത് വേണ്ട, ദൈവത്തിന്റെ മകന് അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഒരു ദൈവത്തിന്റെ മകന്, ഒരു ദൈവത്തിന്റെ മകൾക്ക് അത് വേണ്ട, വേണ്ട, വേണ്ട. ഓ വേണ്ട, 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 വേണ്ട. ദൈവത്തിന്റെ മകൻ അത് വേണ്ട. ഈ പ്രപഞ്ചത്തിന്റെ മോഹം വേണ്ട, പ്രപഞ്ചത്തിന്റെ ഇമ്പം വേണ്ട. കർത്താവ് ഇതെനിക്ക് വേണ്ട. ഇതിനോട് എനിക്ക് അറപ്പ് വരണം, ഇതിനോട് എനിക്ക് വെറുപ്പ് വരണം, ഇതിനോടുള്ള ചിന്ത പോകണം. പക്ഷേ നശിച്ചു പോകാത്തതിനുള്ള ചിന്ത എനിക്ക് മാർത്തിക്കണം. യേശുവേ, ഇത് അറപ്പാകട്ടെ, ഇത് വെറുപ്പാകട്ടെ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അത് അറപ്പാകണം, അത് മരിക്കണം. കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി നമ്മളെ മരിപ്പിക്കണം. വായിച്ച ഒന്നുകൂടെ വായിച്ചേ. പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ ഒന്ന് സുബോധമായിരിക്കണം. ഞാൻ യേശുവിന്റെ സീല് പ്രാപിച്ച പൈതലാണ്, യേശുവിന്റെ മണവാട്ടിയാണ്. യേശുവിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൂടാ. പരിശുദ്ധാത്മാവെന്ന അച്ചാരം എൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ഞാൻ ദുഃഖിപ്പിക്കാൻ പാടില്ല. ആ ആത്മാവ് പ്രാപിച്ച ഞാൻ ഒരിക്കലും എൻ്റെ അപ്പനെ വേദനിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് സ്വത്രം വായിച്ചെടുത്ത് വരി. നീതിയോടും ദൈവഭക്തിയോടും കൂടെ നീതിയോടും ജീവിക്കണം, ദൈവഭക്തിയോട് ജീവിക്കണം. അടുത്ത് ജീവിച്ചു പോരേണ്ടതിന് നമ്മെ ശിക്ഷിച്ചു വളർത്തും. കണ്ടോ, നമ്മളെ ശിക്ഷിച്ച് ദൈവവചനം വളർത്തും, ശിക്ഷിച്ച് വളർത്തും. ശിക്ഷയായിരിക്കും. ഇത് വേണ്ട നിനക്ക്, ശിക്ഷിക്കും. നമുക്ക് ശിക്ഷയായിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട്. നമുക്ക് ശിക്ഷ കിട്ടുന്നത് എന്തുകൊണ്ടാ? നമ്മളോട് ഞാൻ ഒരു സാധനം വാങ്ങാൻ പോയി, കർത്താവിന് ഞാൻ പോയെന്ന് വെച്ചോ, കടയിൽ നിൽക്കുകയാണ്, കടയിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു സാധനം വാങ്ങാൻ നിൽക്കുകയാണ്. ഞാൻ സെലക്ട് ചെയ്യുന്ന സാധനം ഇങ്ങനെ എടുക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. ഇത് നീ ഒരു മകളല്ലേ, മകനല്ലേ, നിനക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് യേശുപ്പൻ അങ്ങനെ എന്നോട് പറഞ്ഞത്? എന്നോടുള്ള യേശുവിൻ്റെ ഇഷ്ടം കണ്ടോ. അപ്പോൾ യേശുവിന് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്നെ കർത്താവിൻ്റേതാക്കി തീർത്ത് കൊണ്ടുവരാൻ നമ്മളെ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം വെറുപ്പിക്കും. അത് അറപ്പും, അത് വെറുപ്പും, അത് വേണ്ടാത്തതും ആക്കി നമ്മളത് മാറ്റും. അടുത്ത വാക്യം വായിച്ചേ. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ. കണ്ടോ, അധർമ്മത്തിൽ നമ്മൾ വീണ്ടെടുത്തിരിക്കുകയാണ്. ഒരു ദൈവ വൈതലിനെ അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുകയാണ്. വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവർ. കണ്ടോ, ഇവിടെ പ്രപഞ്ച മോഹങ്ങളെല്ലാം വിട്ട് കർത്താവിലേക്ക് അടുത്ത് വന്ന് കർത്താവിൻ്റെ മക്കളായ ആത്മാവിൽ നിറഞ്ഞുകൊള്ളണം. അതുകൊണ്ടാണ് എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, വായിച്ചേ, എഫേസ്യർ 4:30. വായിച്ചേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ. കണ്ടോ, എപ്പോഴാണ് അത് വന്നത്? പരിശുദ്ധാത്മാവ് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരും. അത് പോകത്തില്ല. എപ്പോഴും ഏതുവരെ പോകത്തില്ല? ഉയർപ്പിക്കുന്നത് വരെ പോകത്തില്ല. ഈ ആത്മാവാണ് നമ്മളെ മരിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ വരവിൽ ഉയർപ്പിക്കുന്നത്. വായിച്ചേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. വീണ്ടെടുപ്പ് നാളിനായിട്ടാണ് മുദ്രയിട്ടിരിക്കുന്നത്. ഈ പരിശുദ്ധ ആത്മാവ് നമ്മൾ കർത്താവിനെ കൈക്കൊണ്ടപ്പോൾ, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ അകത്ത് വന്നതാണ്. ആ കർത്താവിനെ നമ്മൾ വിളിച്ച് അകത്ത് സ്വീകരിച്ചതാണ്. എങ്ങനെ? വിളിച്ച ഒരു അതിഥി നമ്മളെ വീട്ടിൽ വന്നെന്നിരിക്കട്ടെ, അവരെ അതിഥിയെ സ്വീകരിക്കുമോ, വന്ന ഉടനെ ഇറങ്ങി പുറത്തെന്ന് പറയുമോ? നമ്മൾ വിളിച്ച് ഒരുപാട് ബുദ്ധിമുട്ടി വിളിച്ചാണ് അകത്ത് വന്നത്. ആ വന്ന അതിഥിയെ നമ്മൾ അപമാനിച്ച് വിടുമോ, അത് സ്വീകരിക്കുമോ? നമ്മൾ പലപ്പോഴും നമ്മൾ വിളിച്ചു വന്ന യേശുവിനെ അപമാനിപ്പിച്ചും ദുഃഖിപ്പിച്ചും. നമുക്ക് മനസ്സിലായോ? നമ്മൾ പാപം ചെയ്യുമ്പോൾ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. ഹല്ലേലൂയ. വായിച്ചു ഒന്നുകൂടെ 4:30 വായിച്ചേ.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അടുത്ത് അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്ന ഈ ആത്മാവാണ്. അതുകൊണ്ട് അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ സകല പാപത്തെയും തകർത്തിട്ട് വേണം കർത്താവിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് ജീവിക്കണം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. കൈക്കൊള്ളണം ദൈവത്തെ, യേശുവിനെ കൈക്കൊള്ളണം. കൈക്കൊള്ളുന്ന മക്കൾക്ക് ആളിനാണ് മകനാകാൻ അധികാരം. ആ പൈതൽ സ്വത്രം ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കണം. പരിശുദ്ധാത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ടിരിക്കണം. വീണ്ടും നമ്മൾ ധ്യാനിക്കുമ്പോൾ സ്വത്രം ആ ദൈവത്തിന്റെ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക മാത്രമല്ല, രാഗമോഹങ്ങളോടുകൂടെ സ്വത്രം പ്രവൃത്തികളെ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. തീർന്നില്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ മുദ്ര നമുക്കുള്ളത് കൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ എപ്പോഴും ഇടുക്കുവാതിലൂടെ, ക്രിസ്തു എന്ന വാതിലൂടെ പ്രപഞ്ചമോഹങ്ങളെ വർദ്ധിച്ച്, ക്രിസ്തുവിന്റെ ഒരു പൈതൽ പ്രപഞ്ചമോഹങ്ങളെ വർദ്ധിച്ച്, ലോകത്തോടുള്ള അത്യാർത്തികളെ വർദ്ധിപ്പിച്ച്, ക്രിസ്തുവിനോടുള്ള ഒരു ആർത്തി, ക്രിസ്തുവിനോടുള്ള ഒരു സ്നേഹം, ക്രിസ്തുവിനോടുള്ള ഒരു ഇഷ്ടം വരണം. ഹല്ലേലൂയ. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം വായിച്ചേ. കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചു. എങ്ങനെയാണ്? ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ പണ്ട് പാപികളായിരുന്നു അല്ലേ? പാവിയായിരുന്നില്ലേ? പണ്ട് ഭയങ്കര കൊടും പാവികളായിരുന്നു അല്ലേ? പക്ഷെ എങ്ങനെയാണ് നമ്മളെ കർത്താവ് ജനിപ്പിച്ചത്? പുതിയ മനുഷ്യനാക്കിയത് എങ്ങനെയാണ്? കെടുന്ന വിചാരത്താലല്ല, കെടാത്തതിനാൽ. ഒരു മകനെ വിവാഹം കഴിച്ചു. അവർ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു. രണ്ടുപേരും കുടുംബജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ രണ്ടുപേരിലൂടെയും ലഭിച്ച ഒന്നാണ് ഏത്? തലമുറ. രണ്ടുപേരിലൂടെ ലഭിച്ച ഒന്നാണ് തലമുറ. അത് മാസവും ദിവസവും പൂർത്തിയാകുമ്പോൾ ആ കുഞ്ഞ് പുറത്തു വരുന്നത് കാണുന്നു. കണ്ണാലെ കാണുന്നുണ്ടോ? ഇല്ലേ? കുഞ്ഞിനെ കണ്ണാലെ കാണുന്നില്ലേ? കാണുന്നുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ കണ്ണാലെ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഇതുപോലെ യേശുവിൻ്റെ വിത്ത് എൻ്റെ അകത്ത് വരുമ്പോൾ കെടാത്ത ബീജമായി. മനസ്സിലാവുന്നുണ്ടോ? ഞാനല്ല, എന്നിൽ പുതിയൊരു മനുഷ്യനെ. അതാണ് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്ന പുതിയ മനുഷ്യൻ. ക്രിസ്തുവിൻ്റെ വചനം വന്ന് എൻ്റെ പാപ മനുഷ്യനെ മരിപ്പിച്ചിട്ട് പുതിയൊരു സൃഷ്ടി. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. അത് കെടുന്ന ബീജമല്ല. കണ്ടോ? ഇപ്പൊ ഞാൻ എൻ്റെ അകത്ത് യേശു വന്നാൽ, വിത്ത് വീണാൽ അത് കെടുവോ? കെടൂല. അത് ഓരോ സെക്കൻഡും വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അനേകരെ നോക്കുമ്പോൾ 2 ദിവസം ടയറിൽ കാറ്റ് നല്ല കറക്റ്റായിരിക്കും, 3ൻ്റെ നീ കാറ്റ് പഞ്ചറാകുന്നു. നമ്മളെ വണ്ടിയുടെ കാര്യമല്ല പറഞ്ഞ്, നമ്മളെ കാര്യം. നമുക്ക് വണ്ടി അങ്ങ് വിടാം, നമ്മളെ തന്നെ എടുക്കാം. ഇനി വണ്ടിയുടെ പുറകെ പോണ്ട. സ്വത്രം എന്താണ് കാര്യം? വിത്ത് വീണിട്ടില്ല. വിത്ത് വീണെങ്കിൽ ഈ വിത്ത് കിളിർത്തോണ്ടേയിരിക്കും. കണ്ടോ? വിത്ത് വീണാൽ ഇത് കിളിർത്തോണ്ടിരിക്കും. വിത്ത് വീണില്ലെങ്കിൽ ഇത് കിളിർക്കത്തില്ല. ഇത് കെടുന്ന ബീജമല്ല, കെടാത്തതും നിലനിൽക്കും. ഒന്നുകൂടെ വായിച്ചേ. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ. കണ്ടോ? ഈ വിത്തിന് വ്യത്യാസമുണ്ട്. 1 കെടുന്ന ബീജമല്ല, 2 നിലനിൽക്കാതെ കൊഴിഞ്ഞു പോകുന്നതല്ല. നിനക്ക് മനസ്സിലായോ? ലാസർ എന്താണ് അവസാനം വരെ അങ്ങനെ നിൽക്കാൻ കാരണം? കെടാത്ത ബീജം അയാളുടെ അകത്തുണ്ടായിരുന്നു. പുതിയ നിയമ വിശുദ്ധന്മാർ എന്താ വീഴാത്തെ? കെടാത്ത ബീജമാകുന്ന ക്രിസ്തു യേശുവിന്റെ വിത്ത് അവരുടെ അകത്തുള്ളത് കൊണ്ടാണ് അവരെ ശരീരത്തെ ഉപദ്രവിക്കുമ്പോഴും, നിന്ദിക്കുമ്പോഴും, ദുഷിക്കുമ്പോഴും, തടവിലാക്കുമ്പോഴും, ഒറ്റപ്പെടുത്തുമ്പോഴും അവർ ചപ്പന്നും ചവറെന്നും കണ്ട് കർത്താവിലേക്ക് പോകാൻ കാരണം എന്താ? ഈ കെടാത്ത ബീജം അവരുടെ അകത്ത് ഇറങ്ങിയോണ്ടാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മളിൽ അനേകർ 3 ദിവസം നിൽക്കുന്ന 4 വീഴും. എന്താ കാര്യം? ഈ കെടാത്ത ബീജം വീണിട്ടില്ല. വീഴേണ്ടും വണ്ണം വീണിട്ടില്ല. അത് എവിടെയൊക്കെയോ തെറ്റി പാറി പറന്ന് എവിടെ കൂടെയൊക്കെ ഇങ്ങനെയൊക്കെ അല്പം ഒരു തട്ടൽ വരുന്നു അല്പം ഒരു മറ്റേ അങ്ങനെയല്ല. എന്തൊക്കെ വന്നാലും ശരി, ഈ കെടാത്ത ബീജം ജീവൻ കാണും, നിലനിൽക്കുന്നതായിരിക്കും, പിന്നെ കെട്ടുപോകാത്തായിരിക്കും.
ഒരിക്കലും കെടത്തില്ല. ഏത് തീക്കകത്തൂടെ പോകുമ്പോഴും അപ്പോസ്തലൻ കെട്ടില്ല. കാരണം എന്താ? അയാളുടെ അകത്തിറങ്ങിയ ബീജം നിലനിൽക്കുന്നത്, കെടാത്തത്, എന്നേക്ക് നിൽക്കുന്നതാണ്. ഒന്നുകൂടെ വായിച്ച വചനം, ഒന്നുകൂടെ വായിച്ച പത്രോസ് അപ്പോസ്തലൻ 1:23. കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാലും നോക്കിയേ, ജീവനുണ്ടതിന്. ജീവനുള്ളതുകൊണ്ട് പ്രശ്നം വർദ്ധിക്കുന്നതോടും അകത്തുള്ള ജീവൻ വളർന്നുകൊണ്ടിരിക്കും. പുറത്ത് ജഡത്തിൽ പ്രതിസന്ധി വർദ്ധിക്കുന്നതോറും നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടോ? പ്രതികൂലം വർദ്ധിക്കുന്നതോറും ഈ കെടാത്ത ബീജം, ജീവനുള്ള ബീജം വളർന്നുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടി വളരും? ഈ പ്രതിസന്ധികളെ ഓവർകം ചെയ്യാൻ, ഈ പ്രതിസന്ധികളെ മറികടക്കാൻ. ആ അകത്ത് ആ വിത്ത്, ആ അഭിഷേകം, ആ ശക്തി അത് നിറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് പകൽക്കാലം അപ്പോസ്തലന്മാരുടെ മേൽ അത് നിറഞ്ഞുകൊണ്ടിരുന്നു. കാരണം അവരുടെ അകത്ത് ഇറങ്ങിയ വിത്തെന്ന് പറഞ്ഞാൽ ഒരു കളയുടെ വിത്തല്ല, പിന്നെയോ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ, ഓ ഹല്ലേലൂയ, ആർക്കും തകർക്കാൻ പറ്റാത്ത കെടാത്ത ബീജം എന്ന വിത്ത് അവരുടെ അകത്ത് വീണത് കൊണ്ടാണ് അവർ ഈ ലോകത്തിലുള്ള പ്രപഞ്ച മോഹങ്ങളെ ചപ്പന്നും വലിച്ചെറിഞ്ഞ് അതിനെ സ്വത്രം മാലിന്യം പോലെ വലിച്ചെറിയാൻ കാരണം അവരുടെ അകത്ത് വീണ വിത്ത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിത്ത് നമ്മുടെ അകത്ത് വീണിട്ടുണ്ടോ? ഈ വിത്ത് നമ്മുടെ അകത്ത് വീണിട്ടുണ്ടോ? എങ്കിൽ പ്രശ്നം വരും തോറും അതിനെ ഓവർകം ചെയ്യാൻ തക്കതായൊരു ശക്തി അകത്ത് നിന്ന് ഇന്ന് തക്കതായ ശക്തി നമ്മുടെ അകത്ത് ഇറങ്ങണം. ആമേൻ, ആമേൻ. ഓ സ്തോത്രം, ആമേൻ. ഞാൻ പറയാൻ പൈതലേ, കെടാത്ത ബീജം, കെടാത്ത വിത്ത്, ആ ക്രിസ്തുവിന്റെ വിത്ത് ഒരാളിന്റെ അകത്ത് വീണിട്ടുണ്ടെങ്കിൽ അത് 3 ദിവസം 4 ദിവസം നിൽക്കുമ്പോൾ വീഴുന്നതല്ല. അത് വീഴാനുള്ള സാഹചര്യം വരും തോറും അകത്ത് നിന്നത് വളർച്ച പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അത് വളർച്ച. 1 യോഹന്നാൻ ലേഖനം 3:9 വാക്യം വായിക്കുമ്പോൾ, 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിച്ചേ. 1 യോഹന്നാൻ 3:9 വായിച്ചേ. ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. കണ്ടോ എന്താണ് ഇതിന്റെ അർത്ഥം? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കർത്താവിന്റെ വിത്ത് അകത്ത് വന്നില്ലേ, ആ വിത്തിൽ അകത്തൊരു മനുഷ്യൻ ഉളവായ, അതാരാ? യേശുവിന് അനുരൂപമായ ഒന്ന് അകത്ത്, യേശുവിനെ പോലെ ഒരാൾ അകത്തെ മനുഷ്യനിൽ. കണ്ടോ, ഈ ജഡം ചില പ്രവൃത്തികളിലേക്ക് പോയാലും അകം എപ്പോഴും ഇരിക്കും. അതാരാ? പാപമില്ലാത്ത ആളാ. നിങ്ങൾക്ക് മനസ്സിലായോ? അകത്തിരിക്കുന്ന ആരാ? പാപമില്ലാത്ത ഒരു പുതിയ ഒരാള്. ആ പുതിയ ആളിനെ നമ്മൾ വിളിച്ചു കയറ്റിയതാണ്. ആ പുതിയ ആളിനെ നമ്മൾ വിളിച്ചു കയറ്റിയതാണ്. ഈ പുതിയ ആളിനെ വിളിച്ചു കയറ്റിയ നമ്മള് ജഡത്തിൽ പാപം ചെയ്യുമ്പോൾ അകത്തിരുന്ന ആ പുതിയ ആള് സങ്കടപ്പെടും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോ ഒരു വ്യക്തിയിൽ, അകത്തെ മനുഷ്യനിൽ ഒരു വ്യത്യാസം വന്ന് ക്രിസ്തു യേശു അതിനകത്തിറങ്ങുകയാണ്. ആ വിത്ത് വീഴുമ്പോൾ അവിടെ മറ്റൊരാൾ വരികയാണ്. അതാരാണ്? ഒരു പുതിയ സൃഷ്ടി. ആ പുതിയ സൃഷ്ടി ആര് ധരിച്ച സൃഷ്ടി? ക്രിസ്തുവിനെ ധരിച്ച സൃഷ്ടി. എവിടെ ഇറങ്ങുന്നു? ജഡത്തിലല്ല, പിന്നെ നമ്മുടെ അകത്ത്. ഒന്നുകൂടെ വായിച്ചേ വരി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. കണ്ടോ? അടുത്ത വരി. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ആരുടെ വിത്താ നമ്മുടെ അകത്ത് കിടക്കുന്നേ? രാജാവിന്റെ വിത്ത്. ആ വിത്തുള്ളവൻ രാജാവിന്റെ രാജ കുടുംബത്തിലുള്ള തലമുറകളാണ് ഈ വിത്ത് വീണ മക്കൾ. ആമേൻ, 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 ആമേൻ. ആ രാജകുമാരൻ അല്ലെങ്കിൽ രാജകുമാരിക്ക് സ്വത്ര ഈ ലോകത്തിലുള്ള ഒന്നും കണ്ടാൽ, ആമേൻ, രാജാവിന്റെ ഗുണമുള്ള ആമേൻ, ആ മക്കൾക്ക് ഈ ലോകത്തിലുള്ള ഒന്നും കണ്ടാൽ എന്തുകൊണ്ട് വെച്ചാലും ഒന്നുമായിട്ട് തോന്നത്തില്ല. കാരണം രാജാവിന്റെ വിത്ത് അവരുടെ അകത്ത് കിടക്കുന്നുണ്ടാണ്. ഓ ശബര ദരക്തിമന ഹത്തോ റുഗൂഡിയ റകന്തന ജലക്ഷിമന ഹസ്കന്തന ഘടകർക്കതര. ഈ പ്രപഞ്ച മോഹം ഉടയണമോ? രാജാവിന്റെ വിത്ത് അകത്തിറങ്ങണം. ഒരു രാജാവിന്റെ വിത്ത്. ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ ആരെന്നറിയാമോ? രാജാവിന്റെ മക്കളാണ്. രാജകീയ പുരോഹിത വർഗമാണ്. സ്വന്തം ജനമാണ്. ആമേൻ. ഈ ചവറ് കണ്ട്, ഈ വേസ്റ്റ് കണ്ട്, ഈ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കണ്ട് നമ്മുടെ കണ്ണ് മഞ്ഞളിക്കേണ്ടവരല്ല.
ഓ ജീസസ് 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നമ്മളിൽ വിത്ത് വസിക്കുന്നുണ്ട്. ആ വിത്ത് യേശുവിന്റെ വിത്താണ്. ആ വിത്തുകൾ തകർത്ത് വരുന്നത് യേശുവിനെ പോലെ ഒരു പുതിയ മനുഷ്യൻ. പാപമില്ലാത്ത ഒരാളാണ് അകത്തുള്ളത്. പാപം ചെയ്യാൻ പറ്റാത്ത ജഡത്തിൽ പാപം ചെയ്യുമ്പോഴും അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന് പാപം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വെളിപ്പെട്ടോ ഇല്ലേ? പുറത്ത് പാപം ചെയ്യുമ്പോഴും അകത്തിരിക്കുന്ന പുതിയ മനുഷ്യനാരാ? പാപം ചെയ്യാൻ പറ്റുമോ? വെളിപ്പെടുന്നുണ്ടോ ഇല്ലേ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അകത്തൊന്നുണ്ട്. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവശക്തി ഇറങ്ങട്ടെ. ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ചപ്പും കുപ്പയും വെറുക്കാൻ, ഈ ലോകത്തിലുള്ള സകലതും പ്രപഞ്ച മോഹങ്ങളെ വെറുക്കാൻ, നമ്മൾ ആരാണെന്നും നമ്മുടെ അകത്ത് കിടക്കുന്ന സീഡ് ഏത് സീഡാണെന്നും ആമേൻ തിരിച്ചറിയട്ടെ. ഓ ജീസസ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അകത്തൊരു വിത്തുണ്ട്. അത് ഏത് വിത്താ? ഹല്ലേലൂയ. രാജാവിന്റെ വിത്ത്. ഹല്ലേലൂയ. ഒരു റോയൽ സീഡാണ് നമ്മുടെ അകത്ത് കിടക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഒരു രക്ഷിക്കപ്പെടുന്ന പൈതലിന്റെ വില എന്തെന്ന് അറിയണമോ നിങ്ങൾക്ക്? മുഴു ലോകത്തെക്കാൾ വിലപിടിപ്പുണ്ട്. രക്ഷിക്കപ്പെട്ട പൈതലിന്റെ വില അറിയണമോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക്, യേശു അകത്ത് വന്ന വ്യക്തിക്ക് ഒരു മാടത്തിലായിരിക്കും കിടക്കുന്നത്. ഒരു മാടമില്ലായിരിക്കും. ഞാൻ പറയട്ടെ, ഒരു ത്രാശ് ഇവിടെ ഇരിക്കട്ടെ. ഒരു ത്രാശ് എന്തിരിക്കുന്നു? ഒരു ത്രാശ് ഇരിക്കുന്നു. ഈ ത്രാശിൽ 2 തട്ടുണ്ട്. ത്രാശിൽ എത്ര തട്ടുണ്ട് സാധാരണ? ത്രാസ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം 2 തട്ട് ഉണ്ട്. ഒന്ന് പടി വെക്കാനും ഒന്ന് വെയിറ്റ് വെക്കാനും. സ്തോത്രം. പടി വെച്ചില്ലെങ്കിൽ 2 സാധനം വെച്ചാലും വെയിറ്റ് 2 പേരുണ്ടെന്ന് അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ ഒരു തട്ടിൽ 1 സെന്റ് സ്ഥലമില്ലാത്ത, 1 രൂപ പോലും വരുമാനമില്ലാത്ത സ്തോത്രം ഏറ്റവും സാധുവായ ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തി ഒരു തട്ടിൽ. അമ്പാനി ഒരു തട്ടിൽ. ആരെന്നറിയാമോ വലുത്? ആരാ വലുത്? ഈ ജീവൻ ഭാവിച്ച പുതിയ മനുഷ്യനെ ധരിച്ച അകത്ത് ക്രിസ്തുവിന്റെ സീഡുള്ള ദൈവത്തിന്റെ വിത്തുള്ള രക്ഷിക്കപ്പെട്ട പൈതലാണ്. ഈ രക്ഷിക്കപ്പെട്ട പൈതലിന്റെ ചെരുപ്പ് തുടയ്ക്കാൻ അപ്പുറത്തെ തട്ടിലിരിക്കുന്ന ആളിന് യോഗ്യതയില്ല. കാരണം ഇവൻ സ്വർഗത്തിലെ വിത്തിൽ ജനിച്ച നിന്റെ വില മനസ്സിലാക്ക. നിന്റെ വില മനസ്സിലാക്ക. നമ്മുടെ വില മനസ്സിലാക്ക. ആ സീഡ് വീണ പൈതലിന്റെ വില മനസ്സിലാക്ക. നിന്റെ അകത്ത് വിത്ത് വീണിട്ടുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ മകനായി മകളായി മാറിയിട്ടുണ്ടെങ്കിൽ, നിന്റെ വില ഈ ലോകത്തിലുള്ള എന്തെല്ലാം കൊണ്ടുവന്ന തട്ടിൽ വെച്ചാലും, ഈ ലോകത്തിലുള്ള ഒന്നും നിനക്കില്ലെങ്കിലും, ഇനി ഈ ലോകത്തിലുള്ള സമ്പത്ത് ഉണ്ടെങ്കിലും, നീ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഈ തട്ടിൽ വെച്ചാൽ നീ ഉയർന്നിക്കൂ. കാരണം എന്താ? അത്രയ്ക്ക് വിലയുള്ള ആളാ. ഈ ലോകത്തിലെ സകലത്തിന്റെ മുകളിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അതോ ലോകരുടെയും മുഴങ്കാലം മടക്കിയ ഒരു രാജാവിന്റെ വിത്ത് പ്രാപിച്ച രാജകീയ പുരോഹിത വർഗം, ആ ക്രിസ്തുവിന്റെ മകൻ, അവന്റെ വിത്ത്, ആ കെടാത്ത ബീജം കോടികളുടെ നടുവിൽ കിടന്ന ഭാവിയായ എന്റെ അകത്ത് ആ കെടാത്ത ബീജം വന്നപ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് എത്രയൊക്കെ മനസ്സിലാവും? നിനക്കൊന്നുമില്ലായിരിക്കാം. നീ ആ ദൈവത്തിന്റെ വിത്ത് നിന്റെ അകത്തുണ്ടോ? വിത്ത് നിന്റെ അകത്തുണ്ടോ? ആമേൻ, 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 ആമേൻ. നീ ആ രാജാവിൻ്റെതാണെങ്കിൽ, രാജാവിന്റെ വിത്ത് നിന്റെ അകത്തുണ്ടെങ്കിൽ, നീ ഈ ലോകത്തിലുള്ള പ്രപഞ്ച മോഹങ്ങളെ കാണുമ്പോ നീ അവിടെ കണ്ണ് മഞ്ഞളിക്കത്തില്ല. നിനക്ക് ആ വിത്ത് വന്നാൽ നീ മാറിയിരിക്കും. ഓ ജീസസ്. എത്രയൊക്കെ മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ, എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് പകൽക്കാലം യേശു കർത്താവ് നമ്മുടെ ആലയത്തിനകത്തുണ്ട്. കർത്താവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വചനം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ വിത്തുള്ള പൈതൽ, ഹല്ലേലൂയ, ദൈവത്തിന് ഞാൻ ചോദിക്കട്ടെ, ഒരു രാജാവ് സ്വത്രം എല്ലായിടത്തും ചെന്ന് നിൽക്കുമോ? രാജാവിന്റെ മക്കളിൽ നിൽക്കുമോ? എന്നാ നിൽക്കാത്തെ? അവർക്കൊരു വിലയുണ്ട്. രാജാവ് എല്ലായിടത്തും നിൽക്കുമോ? ഇല്ല. എന്താ? വിലയുണ്ട്.
ആമേൻ. അവർക്ക് വിലയുണ്ട്. രാജാവിൻ്റെ അടുത്ത് നിൽക്കത്തില്ല. രാജാവിൻ്റെ രാജകുമാരന്മാരും കുമാരികളും അതുപോലെ തന്നെ അവരെല്ലായിടത്തും നിൽക്കത്തില്ല. കാരണം അവരുടെ മേൽ ഒരു റോയൽ അനോയിന്റിംഗ്, അവരുടെ മുമ്പിൽ കോടികൾ കൊണ്ടുവച്ചാലും അവരുടെ മുമ്പിൽ എന്തൊക്കെ കണ്ടാലും അവർക്കൊന്നും തോന്നത്തില്ല. അവരുടെ ശരീരത്തിലുള്ള ഒരനക്കവും നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരനക്കവും ദൈവം അവരെ നടത്തിക്കൊണ്ടിരിക്കും. ദൈവം അവരെ കരുതിക്കൊണ്ടിരിക്കും. കാരണം എന്താ? അവരുടെ അകത്ത് കിടക്കുന്ന വിത്ത് എല്ലാം ഉള്ള ആളിൻ്റെതാ. മുഴു ലോകം നിറഞ്ഞു കിടക്കുന്ന ആളിന്റെ വിത്ത് എൻ്റെ അകത്തിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ലോകത്തിലെ ആരെ കൊണ്ടുവച്ചാലും നിങ്ങൾക്ക് തുല്യരാകത്തില്ല. ലോകത്തിലുള്ള എന്ത് കൊണ്ടുവച്ചാലും, ലോകത്തിലുള്ള എത്ര പ്രശസ്തരെ കൊണ്ടുവച്ചാലും, രക്ഷിക്കപ്പെട്ട ഒന്നുമില്ലെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും പൈതലേ, നിന്റെ വില അവരെ അടുത്ത് വരൂല, നിന്റെ അടുത്ത് വരത്തില്ല. ഹല്ലേലൂയ. നിന്റെ ഒരു കർച്ചീപ്പ് ചുമക്കാൻ പോലും ഈ ലോകത്തിൻ്റെ ടോപ്പുകൾക്ക്, രക്ഷിക്കപ്പെടാത്ത ടോപ്പുകൾക്ക് യോഗ്യതയില്ല. നിങ്ങൾക്ക് വെളിപ്പെടുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ലോകത്തിലുള്ള ടോപ്പ് ലെവലിലുള്ള ആൾക്കാർക്ക് രക്ഷിക്കപ്പെട്ട ചെറ്റക്കുടിൽ കിടക്കുന്ന ഒരുത്തൻ്റെ കർച്ചീപ്പ് എടുക്കാൻ യോഗ്യതയില്ല. കാരണം ഈ കർച്ചീപ്പ് കൊണ്ട് നടക്കുന്ന ആള് രാജാവിന്റെ വിത്തുള്ള ആളാ, രാജകുമാരനാ, രാജകുമാരിയാ, മുഴുലോകം നിറഞ്ഞു നിൽക്കുന്ന അപ്പൻ്റെതാ. ഹല്ലേലൂയ. ആ കുഞ്ഞ് ഈ ചപ്പും ചവറും പറയിക്കൊണ്ട് നടക്കുമോ? ആ കുഞ്ഞ്, ആ രാജാവിൻ്റെ കുഞ്ഞ് എല്ലാം നോക്കുകയാണ്. കൊട്ടാരത്തിൽ നിന്ന് രാജകുമാരൻ ഇറങ്ങി ദേ പാടത്തോട് വേസ്റ്റ് ഇറങ്ങി നടക്കുമോ? കാരണം രാജകുമാരൻ എന്ന് പറഞ്ഞാൽ അത് കുമാരനായിരിക്കും. അതാ ഞാൻ പറഞ്ഞു, ഞാനും നീയും രാജകുമാരനും കുമാരിയാണ്. പാപത്തോട് വേർപെട്ട, ലോകത്തോട് വേർപെട്ട്, ഇരുട്ടിനോട് വേർപെട്ട്, പ്രപഞ്ച മോഹങ്ങളോട് വേർപെട്ട്, ചപ്പും കുപ്പയ്ക്കും ടാറ്റ പറഞ്ഞ് ക്രിസ്തു യേശുവിനോട് കൂടെ അതിന്റെ രാഗമോഹങ്ങളെ ക്രൂശിച്ച്, ഹല്ലേലൂയ, നമ്മൾ ആരാണെന്നുള്ള ഒരു വെളിപ്പാട് 2 കൊരിന്ത്യർക്ക് ലേഖനം സ്തോത്രം 4-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, വായിച്ചേ, പുറമേ ഉള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുന്നു എങ്കിലും അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പ്രശ്നം കൂടും തോറും, ആ വിത്തുള്ളവൻ പ്രതിസന്ധി കൂടും തോറും, പ്രതികൂലം കൂടും തോറും, ഞെരുക്കം കൂടും തോറും, ആ വിത്തകത്തുള്ളവന്, ആ കർത്താവിന്റെ വിത്തുള്ളവന്, ആ ദൈവത്തിന്റെ വിത്തുള്ളവന്, രാജാവിന്റെ വിത്തുള്ളവന് ശോഷിക്കുന്നല്ല, അവൻ വളരും. പ്രശ്നം വന്നപ്പോൾ കാറ്റ് പോയെന്നാണോ എഴുതിയിരിക്കുന്നത്? അയ്യോ, ആകപ്പാടാ കുഞ്ഞിന് പ്രശ്നമാ. അതോടും കുഞ്ഞിൻ്റെ പ്രാർത്ഥന ജീവിതവും വിശുദ്ധ ജീവിതവും ആരാധന ജീവിതവും പോയി, ഇപ്പൊ കാണാനില്ല എന്നാണോ പറഞ്ഞേ? പിന്നെന്തോന്നാ പറഞ്ഞേ? കാരണം എന്താ? മറ്റേ വീണുപോയ ആളിൻ്റെ അകത്ത് എന്തില്ല? മോളല്ല, അത് മോനല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മോനല്ല, അത് മോളുമല്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും വരുന്നതിൻ്റെ കൂട്ടത്തിൽ പള്ളിയിൽ വരുന്നു, ആരാധിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ മോനാണെങ്കിൽ മോളാണെങ്കിൽ വിത്തകത്തുണ്ട്. എത്ര പ്രശ്നം വന്നാലും ഈ വിത്ത് അകത്തുനിന്ന് പ്രതിസന്ധിയിലും വളർന്നുകൊണ്ടിരിക്കും. പുറമേ ക്ഷയം വരും, എന്നാൽ അകത്തുള്ളതിനെ പിടിച്ചു കിട്ടാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്നുണ്ടോ ഇല്ലേ? ഈ വചനം അകത്തിറങ്ങണം. അകത്തിറങ്ങി നമ്മെ ക്രിയ ചെയ്യണം. വചനം ഇറങ്ങി ജീവിക്കണം. നമ്മൾ ആരാണെന്നുള്ളൊരു വെളിപ്പാട് പ്രാപിച്ചില്ലെങ്കിൽ വീഴും. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾ പുതുക്കം പ്രാപിക്കും. ഞങ്ങളുടെ അകത്തൊരു മനുഷ്യനുണ്ട്, അത് പ്രശ്നം കൂടുന്തോറും പുറം ക്ഷയിക്കും, പക്ഷെ അകം എങ്ങനെ ഇരിക്കും? നമുക്കാണെങ്കിലോ പ്രശ്നം വരുമ്പം നമ്മളെന്ത് ചെയ്യും? നേരത്തെ വചനത്തിൽ കേട്ടില്ലേ, ദൈവദാസൻ പറഞ്ഞപ്പോൾ കേട്ടില്ലേ, പ്രശ്നം വന്നപ്പോൾ ദൈവം ഉണ്ടോ? കാരണം എന്താ? സീഡ് വീണാൽ ദൈവത്തിൻ്റെ വിത്ത് വീണാൽ പ്രതിസന്ധിയുടെ നടുവിൽ
താഴോട്ട് പോകുന്നല്ല. വചനമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, അതോ ആൾക്കാരുടെ സാക്ഷ്യം കാര്യങ്ങൾ? സാക്ഷിയൊക്കെ നല്ലതാ. നമുക്ക് വിശ്വസിക്കാൻ ആധാരം തിരുവചനമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇപ്പം ദൈവത്തിൻ്റെ വിത്ത് ഒരാളിൻ്റെ അകത്ത് വീണാൽ അയാൾക്ക് പ്രതികൂലം വരുമ്പോൾ അയാൾ പള്ളി വന്നില്ലെന്നല്ല, അല്ലെങ്കിൽ ആരാധന വിട്ടു എന്നല്ല, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം കുറഞ്ഞു എന്നല്ല, ഇപ്പം കാണാനില്ലല്ലോ എന്നല്ല, പക്ഷേ അവൻ വളർന്നുകൊണ്ടിരിക്കും. എന്താണ് കാര്യം? അകത്ത് ദൈവാനുരൂപമായ പുതിയ മനുഷ്യനിരിക്കുക. ഈ പുതിയ മനുഷ്യൻ പുറത്ത് പ്രശ്നം വരുമ്പോൾ അകത്തിരുന്ന് ഇതിന് വേണ്ടുന്ന ശക്തിയും ബലവും കൃപയും അധികാരവും അഭിഷേകവും ദൈവശക്തിയും പകർന്ന് ഹല്ലേലൂയ പിന്മാറാതെ ഇരട്ടി പവറോടെ പുറത്തു വരും. എന്തിനാണ് അങ്ങനെ വരുന്നത്? ഒരു കൂട്ടം പേർ നോക്കും, ഒരു കൂട്ടം പേർ നോക്കും. ആ പ്രശ്നത്തിൽ ഒരു വീണില്ലല്ലോ, ഇതിൽ തീരുമെന്നാണ് വിചാരിച്ചേ, ഇതിൽ അടച്ച് മൂടുമെന്നാണ് വിചാരിച്ചേ, ഈ പ്രശ്നം വരുമ്പോൾ കെട്ടിപ്പൂട്ടുമെന്നാണ് വിചാരിച്ചേ, ഈ പ്രതിസന്ധി വരുമ്പോൾ കെട്ടിപ്പൂട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കെട്ടിപ്പൂട്ടിയില്ലല്ലോ. അങ്ങനെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ ചിന്തിക്കും, ഇതിനകത്ത് എന്തോ ഒരു സന്തോഷം ഉണ്ട്. ഇത് കാണിക്കാനാണ് പുറമേ ഉള്ളവൻ ക്ഷയിക്കുമ്പോഴും നമ്മൾ അകത്തിരിക്കുന്ന ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ആ പുതിയ മനുഷ്യൻ ഓരോ സെക്കൻഡും ഈ പുറമേ തകരുമ്പോൾ നമ്മുടെ പേര് ആത്മാവിന്റെ ശക്തിയെ പകർന്ന് ഇരട്ടി പവറോടെ, ഇരട്ടി ആരോഗ്യത്തോടെ, ഇരട്ടി അധികാരത്തോടെ, ഇരട്ടി ബലത്തോടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കാരണം നമ്മുടെ അകത്തിരിക്കുന്ന കർത്താവ് ഇതെല്ലാം നമുക്ക് ബലം തരുന്നത്, ശക്തി തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കഴിവും മിടുക്കൊന്നും അല്ല, നമ്മുടെ അകത്തൊരുവനുണ്ട്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ കൺവെൻഷന് പോയപ്പോൾ ഏതാണ്ടുള്ളവർക്ക്, ഇതിനു വേണ്ടി നിന്ന് ഏതാണ്ടുള്ളവർക്കും നല്ല ക്ഷീണവും പനിയും ബുദ്ധിമുട്ടും ശരീരക്ഷീണവും ശബ്ദം അടച്ചിലും എന്ന് വേണ്ട മൊത്തത്തിൽ ഞാനാണെങ്കിൽ തലമുടി 4 മുതൽ അകം വരെ നിങ്ങൾ കണ്ടിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷേ എല്ലായിടത്തും വചനം പ്രസംഗിക്കുന്നുണ്ട്, കർത്താവ് നിർത്തുന്നു. അകത്തിരിക്കുന്ന മനുഷ്യൻ എന്നെ ശക്തീകരിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്കറിയാം, ഇത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ഇത് സൈന്യത്താലല്ല, സൈന്യത്താലല്ല, ജീസസ്, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ് എന്നെ നിങ്ങളെ നടത്തുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവിടെ കൺവെൻഷന്റെ 3ാമത്തെ ദിവസം എനിക്ക് ശബ്ദം വരില്ല. ഞാൻ ഇടയ്ക്ക് അവർ ചായ തന്നു, 2ാമത് ചായ ചോദിച്ച് വാങ്ങുകയാണ്. കാരണം ഇതിനകത്ത് തൊടുന്നുണ്ട്, പാടി നോക്കുന്നുണ്ട് വല്ലതും. കാരണം ഇതിനകത്ത് മൊത്തത്തിൽ എനിക്ക് പറ്റുന്നില്ല, ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ത് സംഭവിക്കും എന്നുള്ള നിലയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഇതിനകത്തുള്ള എല്ലാം വെളിയിൽ വരുമെന്നായി 3ാമത്തെ ദിവസമായപ്പോൾ. എനിക്കറിയാം അത്രയ്ക്ക് വേദനയുണ്ട്, അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതിനകത്തുള്ള സംഭവങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നെ നിർത്തിയിരിക്കുന്ന ആരാ? ആമേൻ, 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 ആമേൻ. എന്നെ നിർത്തിയിരിക്കുന്ന ആരാ? ഞാനവിടെ പാടുന്നുണ്ട്, കറ ഉയർത്തുന്നുണ്ട്, ആരാധിക്കുന്നു. പക്ഷെ അപ്പോൾ ഇതിനകത്ത് ഒരു ഭയങ്കര പ്രതിസന്ധി നടക്കുക. പക്ഷെ എനിക്ക് അപ്പോഴും അറിയാം, എന്നെ നിർത്തിയിരിക്കുന്നത് ഞാനല്ല, എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവം നിർത്തിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ അകത്ത് ദൈവം ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ, ആ അകത്തെ മനുഷ്യനുണ്ടെങ്കിൽ അത് പുറം ക്ഷയിക്കുമ്പോഴും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നോക്കിയപ്പോൾ 2 മണിക്കൂർ വചനം കർത്താവ് ഇവിടെ പ്രസംഗിക്കാൻ കൃപ തന്നു. ബാക്കി 2 ദിവസത്തെക്കാളും ഹല്ലേലൂയ 2 മണിക്കൂർ നേരം നോക്കി. ഹല്ലേലൂയ, 2 മണിക്കൂർ നേരം ദൈവത്തിൻ്റെ വചനം അവിടെ പ്രസംഗിക്കും. ഇതെന്താ? എൻ്റെ കഴിവാണോ? കഴിവല്ല, നിൻ കൃപയാണേ. ബലമല്ല, നിൻ ദയയാണേ. കഴിവല്ല, നിൻ കൃപയാണേ. ബലമല്ല, നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഹല്ലേലൂയ.
പുറമേ ഉള്ളവൻ നാൾക്കുനാൾ ക്ഷയിക്കുന്നുവെങ്കിലും അപ്പോഴും എൻ്റെ അകത്ത് ഒരുവനുണ്ട്. അവൻ പുതുക്കം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് ബലം പ്രാപിച്ച്. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ബലം പ്രാപിച്ച്, ശക്തി പ്രാപിച്ച്, ബലം പ്രാപിച്ച്, കൃപ പ്രാപിച്ച്, അധികാരത്തോടെ, ശക്തിയോടെ ദൈവത്തിന് ചെയ്യേണ്ടത് ദൈവം അവിടെയായിട്ട് ചെയ്യും. ഹല്ലേലൂയ. പുറമേ ഉള്ളവൻ നാൾക്കുനാൾ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും നിന്ന വരുമ്പോൾ, ദുഷ്ടി വരുമ്പോൾ, ഒറ്റപ്പെടൽ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ സ്വത്ര ആൾക്കാർ വീണു പോകാൻ കാരണം വേറെ ഒന്നുമല്ല, അവരുടെ അകത്ത് ആ വിത്തില്ല. സത്യം അതാ. വിത്തുണ്ടെങ്കിൽ ഈ പ്രശ്നം വരുമ്പോൾ അകത്തുള്ള വിത്തിൻ്റെ ശക്തി കൂടും. എന്നിട്ട് അവിടെ അതിന് ആ പ്രതിസന്ധിയെ ജയിക്കാനുള്ള കൃപ വരും. റിയലി വിത്ത് വീഴാത്തവർ പ്രശ്നം വരുമ്പോൾ ഞെരുങ്ങി കരിഞ്ഞ് ഒന്നുമല്ലാതെ വീഴും. അടുത്തൊരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വരുമ്പോൾ അത് അല്പം ജീവൻ വരും. 2 ദിവസം നിൽക്കും, വീണ്ടും കത്തും, വീണ്ടും ഇരട്ടി പിന്മാറും. കാരണം എന്താ? വിത്തകത്ത് ഇല്ല. രക്ഷിക്കപ്പെട്ട ആള് അല്ല, മകളായും ഇല്ല, മകനായും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പറയുന്നത് എന്താണ്? ഞാൻ മകൻ. പക്ഷെ പ്രശ്നം വരുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ അടുത്തല്ല. എന്താണ് കാരണം? വിത്തില്ല. പക്ഷെ വിത്തില്ലെങ്കിൽ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടോ? ഇല്ല. മുട്ടുമടക്കാനുള്ള മനസ്സുണ്ടോ? ഇല്ല. അപ്പച്ച എനിക്ക് വിത്ത് വന്നില്ലപ്പ, ഇതാണ് പ്രശ്നം. എന്നാൽ വചനത്തിൽ കൂടെ എങ്ങനെയാണ് പറയുന്നത്? എനിക്ക് രക്ഷപ്പെടണം കർത്താവെന്ന്. വീഴുമെന്ന് കേട്ടാൽ ഇല്ല, എന്നെ കുത്തി പറഞ്ഞെന്നെ ചിന്തിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ. അപ്പോൾ ഒന്നുകൂടെ വായിച്ചാൽ വരി. ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കും. കൊലോസ്യർ 3:10 വായിക്കുമ്പോൾ ഈ പുതുക്കം പ്രാപിച്ച ആരാന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. 3:10 വായിച്ചേ. കൊലോസ്യർ 3:10. കൊലോസ്യർക്ക് ലേഖനം 3:10. സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം. ആരാണ് അകത്തിരിക്കുന്നത്? തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്നു. പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഇപ്പൊ അകത്തിരിക്കുന്ന ആരാ? പുതിയ മനുഷ്യനാ. ആരെപ്പോലത്തെ? ഒന്നൂടെ. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം. ആരാ തന്നെ സൃഷ്ടിച്ച? നമ്മളെ കർത്താവല്ലേ? ആ യേശു ക്രിസ്തുവിനെ പോലെ ഒന്ന് എവിടെ ഇരിക്കുക? എൻ്റെ അകത്തിരിക്കല്ല. ഞാനല്ല ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല. പക്ഷെ ഈ സ്വർഗത്തിൽ അപ്പൻ ഇരിക്കുന്നത് കൊണ്ടാണ് ഓരോ സമയത്തും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നടത്തുന്ന നമ്മുടെ കഴിവും മിടുക്കൊന്നും അല്ല. നമ്മളെ വീഴാതെ പോകുന്നത് നമ്മളെ കഴിവല്ല, മിടുക്കല്ല. മനസ്സിലാകുന്നുണ്ടോ? കാരണം എന്താ? അകത്തൊരുവനുണ്ട്. അകത്തിരുന്നും കൊണ്ട് നമ്മൾ വീഴാതെ ഓരോ സമയവും നമുക്ക് വേണ്ടത് തന്ന്. ഒന്നുകൂടെ വായിച്ചേ. കൊലോസ്യർ 3:10 വായിച്ചേ. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം. അകത്തെ മനുഷ്യനെ 12 മണിയായി. അകത്തെ മനുഷ്യൻ, ഞാൻ അറിഞ്ഞില്ല സമയം പോയ. അകത്തെ മനുഷ്യനെ കർത്താവിൻ്റെ രൂപത്തിലുള്ള ഒരു പുതിയ മനുഷ്യനകത്ത് നമ്മൾ ക്ഷണിച്ചതാണ്. ആരെ? ക്ഷണിച്ചതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ക്ഷണിച്ചിട്ട് ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ആദരിക്കാതെ പുറത്തു വിടും. അപ്പോഴും രക്ഷ പോകത്തില്ല, അപ്പോഴും രക്ഷ അവിടെ കിടക്കും. സ്തോത്രം. എന്നാൽ ആ പുതുക്കം പ്രാപിച്ച പുതു മനുഷ്യൻ ഇറങ്ങിപ്പോകും. മനസ്സിലാവുന്നുണ്ടോ? പുതുക്കം പ്രാപിച്ച പുതു മനുഷ്യൻ ഇറങ്ങിപ്പോകും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്ത് ചെയ്യില്ലേ? എഫേസ്യർ 4:24 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. എഫേസ്യർ 4:24 വായിച്ചേ. എഫേസ്യർ 4:24 പുതുക്കം എഫേസ്യർ 4 സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ആ പുതിയ മനുഷ്യനെയാണ് നമ്മൾ അകത്തോട്ട് വിളിച്ച് ഇരുത്തിയിരിക്കുന്നത്. നമ്മൾ അകത്തിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഈ ദൈവം നമ്മളെ പ്രശ്നങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും നമ്മൾ വീണു പോകുമെന്ന് വിചാരിക്കുമ്പോഴും നമ്മൾ വീഴാതെ കർത്താവ് കൊണ്ടുപോകുന്നത് അകത്തിരിക്കുന്ന കർത്താവാണ്. നമ്മൾ പുറത്ത് ജഡത്തിൽ പാപം ചെയ്യുമ്പോഴും അകത്ത് ഒരു വിശുദ്ധനുണ്ട്. പാപം ചെയ്യാൻ പറ്റാത്ത, പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരുവൻ. എനിക്ക് എത്രയൊക്കെ മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. പാപം ചെയ്യാൻ പറ്റില്ല, പാപം ചെയ്യില്ല, പാപം ഇല്ല.
സ്വത്രം. അപ്പോൾ ഈ കർത്താവാകുന്ന യേശു ക്രിസ്തു അകത്ത് വരുന്ന പൈതലിൻ്റെ കൂടെ അകത്ത് വരുന്ന ഉടനെ ദൈവം തൻ്റെ ദൂതന്മാരെ കൂടെ അയക്കും. ഒരു സംരക്ഷണമുണ്ട്. എന്തുണ്ട്? ഞാൻ പറയും, ഇവിടെ ഇലക്ഷൻ വോട്ട് 5 മിനിറ്റ് ഇവിടെ ആയാലും വിഷമിക്കല്ലേ. ഇലക്ഷൻ വോട്ടിടുമ്പോൾ വോട്ടിന് ജയിച്ചു എന്ന് കാണുമ്പോൾ ദൈവത്തിന് സ്തോത്രം, നിറയെ ഭൂരിപക്ഷമുണ്ട്, മന്ത്രിയാകേണ്ട ആളെന്ന് കണ്ടാൽ അവിടെ ഭൂരിപക്ഷം ഉണ്ടെന്നറിയുമ്പോഴേ ഇവിടെ മന്ത്രി കസേര കയറിയില്ല, അതിനു മുമ്പേ അവിടെ കാവൽക്കാരെത്തും, പോലീസ് സന്നാഹം. എന്തുകൊണ്ടാ? അയാൾ മന്ത്രിസ്ഥാനത്ത് കയറിയില്ല, കയറും മുമ്പേ കാവൽക്കാരെത്തും. എന്തുകൊണ്ടാ? ഇയാളെ ചിലപ്പം തകർത്ത് കളയൂല്ലേ. അവിടെ ഓർഡറൊന്നും ഇട്ടില്ല, പക്ഷേ ഇവർക്കറിയാം അവിടെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപേ ജയിച്ചപ്പോൾ തന്നെ ഇന്ന ആളാണ്, ഇന്നതിന് വേണ്ടി യോഗ്യത വന്നു എന്ന് വോട്ടെണ്ണി കഴിഞ്ഞ് അത് ആ നിഗമനത്തിലെത്തുന്നതിന് മുൻപ് തന്നെ ആ വോട്ടെണ്ണലിൽ തന്നെ കാവൽക്കാരായി. അത് ഈ ലോകത്തിൽ അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ വിത്ത് എൻ്റെ അകത്ത് വീഴുമ്പോൾ ദൂതന്മാരെ ആര് കാവലാക്കും? ആ നിമിഷം മുതൽ ദൈവം കാവലാക്കും. ഒരു ദൂതന് 1,86,000 ചില്ലുവാനത്തിന് തകർക്കാൻ ശക്തിയുണ്ടെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്നല്ല, ഒന്നിലധികം ദൂതന്മാരെ സങ്കീർത്തനം 91 പറയുന്നു, ദൂതന്മാരോട് കൽപ്പിക്കും. ഒന്നിലധികം ഉണ്ടെങ്കിൽ ദൂതന്മാർ എന്ന് പറയൂ. ദൈവത്തിന് സ്തോത്രം. ഒരു ദൂതനല്ല, ദൂതന്മാർ, ഒന്നിലധികം ദൂതന്മാർ രക്ഷിക്കപ്പെട്ട മകനോടൊപ്പം മകളോടൊപ്പമുണ്ട്. ആ വിത്തുള്ള പൈതലിൻ്റെ കൂടെ 24 മണിക്കൂറും ദൂതന്മാരുണ്ട്. എന്താ കാര്യം? ആ വിത്ത് അകത്ത് കിടക്കുകയാണ്. അതാരാണ്? യേശു ക്രിസ്തുവാണ്. ആ വിത്ത് ആരാണ്? യേശു ക്രിസ്തുവാണ്. അതിൽ ദൂതന്മാർ ഒരു ചുറ്റി എപ്പോഴും ഓഹോ ഹല്ലേലൂയ. ആ വിത്ത് അകത്ത് കിടക്കുകയാണ്. ആ മത്തായി സുവിശേഷം 18 അധ്യായം 10-11 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. മത്തായി 18:10-11 വായിച്ചേ. വായിച്ചേ. മത്തായി 18:10-11 വായിച്ചേ. ഈ ചെറിയവരിൽ ഒരുത്തിനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവർ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന്. ഒന്നുകൂടെ വായിച്ചേ വന്നറിയാം. ഈ ചെറിയവരിൽ ഒരുത്തിനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ കണ്ടോ, സ്വർഗത്തിലും ദൂതന്മാരുണ്ട് അവർക്ക്, ഭൂമിയിലും ദൂതന്മാർ ഉണ്ട്. ആർക്ക്? രക്ഷിക്കപ്പെട്ട മക്കൾക്ക്. അത് ഈ ഭൂമിയിൽ സാധുക്കളായാലും ശരി, ധനവാനായാലും ശരി, രക്ഷിക്കപ്പെട്ടവർക്ക് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ദൂതന്മാരുണ്ട്, ഭൂമിയിലും ദൂത സൈന്യമുണ്ട്, ദൂതന്മാരുണ്ട്, കൂടെയുണ്ട്. ഒരു ശത്രുവിനും തൊടാൻ പാടത്തില്ല, ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. രക്ഷിക്കപ്പെട്ട പൈതലിന്റെ ഗുണമുണ്ട്. വായിച്ചേ. ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ. മതി. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൂതന്മാരുണ്ട്. അപ്പോ കർത്താവാകുന്ന യേശുവിനെ കൈക്കൊള്ളുന്നവർക്കാണ് മകനും മകളുമാകാൻ അധികാരം കിട്ടുന്നത്. കൈക്കൊള്ളണം. ആ യേശു അകത്ത് വരണം. ആ വിത്ത് വീഴണം. ആ സ്തോത്രം 1 Petros 1:23 ആ വിത്ത് നമ്മുടെ അകത്ത് വീഴണം. ആ വിത്ത് വീണ് ഒരു പുതിയ മനുഷ്യൻ അതിനകത്ത് ജനിക്കണം. അതിന്റെ യേശുവാണ്. ആ വ്യക്തിയാണ് രക്ഷിക്കപ്പെട്ട വ്യക്തി. ആ വ്യക്തി ഓരോ സെക്കൻഡ് ഇടുക്ക് വാതിലൂടെ പോകണം. തന്റെ പാപജഡ മനുഷ്യനെ ആത്മാവിനാൽ മരിപ്പിക്കണം. ഓരോ സെക്കൻഡും ഹല്ലേലൂയ ദൈവാനുരൂപമായ പുതു മനുഷ്യനാണെന്ന് ഓർത്തുകൊണ്ട് പ്രപഞ്ച മോഹങ്ങളെ വർജിച്ചിട്ട് സ്വർഗത്തിലെ സീഡ് എൻ്റെ അകത്തുണ്ടെന്നുള്ള ഓർമ്മയോടുകൂടെ ഓരോ സെക്കൻഡും കൃപമേൽ കൃപ പ്രാപിച്ച് പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോയാലും അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. മാത്രമല്ല അവരോട് കൂടെ ദൈവമുണ്ട്. ആ വ്യക്തിക്ക് ലോകത്തിൽ ഒന്നും കണ്ടാൽ ഒരു ഇഷ്ടമോ ഒരു മോഹമോ ഒരു താല്പര്യം വരത്തില്ല. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങൾ മക്കളായിട്ടുണ്ടോ? ആ സീഡ് നമ്മുടെ അകത്തുണ്ടോ? പ്രപഞ്ച മോഹങ്ങളെ കാണുമ്പോൾ അതിനോട് ഒരു റിജക്ഷൻ, അതിനോട് എതിർപ്പ്, അതിനോട് എനിക്ക് ഇഷ്ടം തോന്നുന്നില്ല, അങ്ങനെ ഒരു ഇഷ്ടക്കുറവ് തോന്നാറുണ്ടോ? എന്നാൽ ഞാൻ പറയാം, അത് എൻ്റെ നിങ്ങളുടെ കഴിവല്ല, ആ സീഡിന്റെ കഴിവാണ്, ആ വിത്തിന്റെ കഴിവാണ്, ആ ദൈവത്തിന്റെ കഴിവാണ്. നമുക്ക് ഈ ലോകത്തിലുള്ള പ്രപഞ്ച മോഹങ്ങളെ വർജിക്കാൻ ദൈവത്തിന് കൃപ പ്രാപിക്കുക. അങ്ങനെ വിത്തുള്ള പൈതൽ പുറത്തിറങ്ങുമ്പോഴും ആരും ഒരു ദോഷം പറയത്തില്ല. ദേശത്ത് പോകുമ്പോൾ ആരും ഒന്നും പറയത്തില്ല. നോക്കി ഇതാണോ ആരാധിക്കുന്നത് പറയത്തില്ല.
ഇല്ല. കാരണം അകത്ത് സീഡ് കിടക്കുകയാണ്, അകത്ത് വിത്ത് കിടക്കുകയാണ്. അത് ഉപദേശിച്ചുകൊണ്ടിരിക്കും. പുറത്ത് ക്ഷയിച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഒരുപക്ഷെ വന്നാലും ആ പ്രതിസന്ധിയുടെ നടുവിൽ അകത്തെ മനുഷ്യൻ ഓരോ നിമിഷവും ബലപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ന് പകർക്കാലം ഞാൻ ചോദിക്കട്ടെ സ്നേഹിതരെ, ഹല്ലേലൂയ, വല്ലാത്ത വലയിൽ കുടുങ്ങിയവരാണോ നമ്മൾ? അതോ ക്രിസ്തുവിന്റെ ആ രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, കർത്താവിന്റെ വിത്ത് പ്രാപിച്ച്, കർത്താവിനെ സ്വീകരിച്ച്, ദൈവാനുരൂപമായി പുതുക്കം പ്രാപിച്ച്, ഒരു പുതുമനുഷ്യനെ സ്വീകരിച്ച് പുതുമനുഷ്യനായി ക്രിസ്തുവിൽ ജീവിക്കുന്ന ആ ഇടുക്ക് വഴിയിലൂടെ ആമേൻ ഓരോ സെക്കൻഡും ആ ക്രിസ്തുവിൽ ജീവിക്കുന്ന മകനാണോ മകളാണോ, ആ ഉറപ്പോടെ ജീവിക്കുന്ന മകളാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, ഈ സ്തോത്രം ദൈവത്തിനെ രക്ഷകരായി സ്വീകരിച്ച പൈതന്റെ വില അത് അസാധാരണ വിലയാണ്. ആ വില മനസ്സിലാക്കി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കറിയാം, കർത്താവിൻ്റെ അടുക്കലേക്ക് അടുത്ത് വന്നിട്ട് കർത്താവിനോട് പറഞ്ഞ് ആരൊക്കെ പറയും, കർത്താവ് അപ്പോസ്തലന്മാരുടെ മേൽ ആ വിത്ത് വീണു, അപ്പോസ്തലന്മാരുടെ മേലെ വിത്ത് വീണു. അവരുടെ അകത്ത് അങ്ങോട്ട് വീണു. ആ വിത്ത് വീണപ്പോൾ അവരെ ഒന്നിനോലും പിടിച്ചു മാറ്റാൻ പറ്റിയില്ല. അവരുടെ അകത്ത് അങ്ങോട്ട് വിത്ത് വീണു കേട്ടോ. അവരുടെ അകത്ത് സ്തോത്രം ആർക്കും തകർക്കാൻ പറ്റാത്ത വിത്ത് വീണു. വിത്ത് വീണു. ആ ദമസ്കോസിൽ വെച്ച് ശൗലിന്റെ അകത്ത് ആ വിത്തങ്ങ് വീണു. അവന് ഓരോ സെക്കൻഡും അടിച്ച് നുറുക്കി തകർക്കുമ്പോഴും ഹല്ലേലൂയ, ബന്ധിക്കപ്പെടുമ്പോഴും കാരാഗ്രഹത്തിനകത്ത് ഇടുമ്പോഴും അവൻ ലേഖനങ്ങൾ എഴുതി. 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ആമേൻ. എത്ര ലേഖനങ്ങൾ നമുക്ക് വേണ്ടി തന്നു. പ്രശ്നം വർദ്ധിക്കുന്തോറും, പ്രതിസന്ധി വർദ്ധിക്കുന്തോറും ആ മനുഷ്യന്റെ അകത്ത് പുറമെ ഉള്ളവൻ ക്ഷയിച്ചപ്പോഴും അകത്തുള്ളവൻ പുതുക്കത്തോടെ അന്ത്യം വരെയും ഒരിടത്തും വീണു പോകാതെ അന്ത്യം വരെ എത്തിച്ചത് ആരാ? അകത്തിറങ്ങി നിന്ന ക്രിസ്തു യേശു. ഇന്ന് ഞാൻ പറയട്ടെ, ആ വിത്ത് ആ ദൈവഭക്തന്മാരുടെ മേൽ വീണിരുന്നു. അവരെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. എന്താ? രക്തസാക്ഷികളാകുമെന്ന് പറഞ്ഞപ്പോഴും സ്വത്രം നിന്നു കൊടുക്കാൻ കാരണം എന്താ? ആ വിത്തിന്റെ ബലം. അകത്ത് വീണ വിത്തിന്റെ ബലം. ഹല്ലേലൂയ. ഈർച്ചവാളാൽ അറുക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോഴും എന്തുകൊണ്ടാണ് അവരെ കർത്താവിനെ തള്ളി പറയാത്തത്? അകത്തുള്ള വിത്തിന്റെ ബലം, അകത്ത് വീണ വിത്തിന്റെ ബലം. ഹല്ലേലൂയ. ആമേൻ. കാരാഗ്രഹത്തിൽ ഇട്ടപ്പോഴും തള്ളി പറയാത്ത എന്താ? അകത്ത് വീണ വിത്തിന്റെ ബലം. ദൈവത്തിന് സ്തോത്രം. കഴുത്തി ഞെരിച്ച് കൊന്നുകളയെന്ന് പറഞ്ഞപ്പോ മക്കളെ അനേകം എടുത്ത് അപ്പന്റെ അമ്മയുടെ മുൻപിൽ വെച്ച് ഉപദ്രവിക്കുമ്പോഴും അവർ നിൽക്കാൻ കാര്യം എന്താ? അകത്ത് വീണ വിത്തിന്റെ ബലം. ജീസസ്. ഈ പ്രതിസന്ധിയുടെ നടുവിലൂടെയും പോകുമ്പോൾ ജയിക്കാൻ കാരണം ആ വിത്തിന്റെ ബലമാണ്.